السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള മുഅ്മിനുകളായി മുഅ്മിനത്തുകളായി ഈ ലോകത്ത് ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ്റെ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമെല്ലാം പറയാനും കേൾക്കാനും അവൻ നമുക്ക് നൽകിയ ഈ അവസരം എന്തുകൊണ്ടും അവൻ നമ്മോട് കാണിച്ച തുല്യതയില്ലാത്ത അനുഗ്രഹമാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ ഇത്തരം സദസ്സുകളിൽ മടികൂടാതെ അലസത കൂടാതെ മുടക്കം വരാതെ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന വിഷയങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സാധാരണ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ അപൂർവം ചിലരെങ്കിലും പറയുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾ വല്ലാതൊന്നും സ്വർഗവും നരകവും പറയണ്ട, സ്വർഗത്തിനെ കുറിച്ചൊന്നും വല്ലാതെ ആഴത്തിൽ സംസാരിക്കേണ്ട. കാരണം അതൊരു പൊതു ഇടമാണ്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ സംസാരിച്ചാൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ യുക്തിവാദികളൊക്കെ ഉണ്ട്. അവർ നാളെ നമ്മെ പരിഹസിക്കാൻ സാധ്യതയുണ്ട്, ട്രോളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവിഷയങ്ങളിലൂടെ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുത്താൽ മതി എന്ന് പറയുന്ന സംഘാടകർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. എല്ലാ സംഘടനകളുടെയും ഒരു പ്രശ്നമാണ് ഇത്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയാൻ എന്തോ ഒരു അപകർഷത അവർക്ക് ഫീൽ ചെയ്യുന്നു, എന്തോ ഒരു ഇൻഫീരിയറിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നടന്നൊരു കല്യാണത്തിൽ +1 +2 പഠിക്കുന്ന ഏതാനും കുട്ടികൾ ഒരുമിച്ചിരുന്നിട്ട് നല്ല പാട്ടുറക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പീക്കറിൽ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ കുട്ടികൾ പരസ്പരം നടത്തുന്ന ഒരു സംഭാഷണം കേട്ട എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നത് അവരുടെ സംഭാഷണത്തെ കുറിച്ചാണ്. വരാൻ പോകുന്ന തലമുറ, അബ്ദുൽ ബാരി പറഞ്ഞതുപോലെ വരാൻ പോകുന്ന തലമുറയുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മെ അങ്ങേയറ്റം ഭയപ്പെടുത്തുകയും പേടിപ്പെടുത്തുകയും ചെയ്യുന്ന സഹോദരങ്ങളെ നമസ്കാരം. നമുക്കറിയാം തൊട്ടടുത്താണ് പള്ളിയെങ്കിലും ആരും എനിക്ക് പോകേണ്ടതില്ല. ജമാഅത്ത് നമസ്കാരം ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് ശേഷമായിരിക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറു. എന്നിട്ട് കുട്ടികൾ ആ പാട്ട് കേൾക്കുന്നതിനിടയിൽ അവർ പറയുന്നത്, നമുക്കെന്നാൽ വേറൊരു പാട്ട് വെച്ചാലോ? ആ പാട്ടെന്താണ്? ഒരു ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുന്നതാണ്. നരകത്തിൽ പോകും മക്കളേ എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ നീട്ടി പ്രസംഗിക്കുന്നതാണ്. ആ പാട്ട് നമുക്ക് വെച്ചാലോ എന്ന് പറഞ്ഞിട്ട് അതിനെ പരിഹസിച്ച് കുട്ടികൾ ചിരിക്കുകയാണ്. ഇതൊന്നും ഒരു നേരം പോക്കായിട്ടും വളരെ നിസ്സാരമായ ഒരു സംഗതിയായിട്ടും കാണേണ്ട കാര്യങ്ങളല്ല.
വരാൻ പോകുന്ന തലമുറയിൽ സ്വർഗവും നരകവും പരലോക വിശ്വാസവും ഖബറുമെല്ലാം എത്രമാത്രം ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്ന സംഗതികളാണ് എന്നതിൻ്റെ അടയാളങ്ങളാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നവനാസ്തികരും യുക്തിവാദികളുമെല്ലാം ഈ പരലോകത്തെ പരിഹസിക്കുന്നത് കൃത്യമായ ലക്ഷ്യങ്ങളില്ലാതെയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നുണ്ടോ? അവരുടെ മുന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ അടിമുടിയുള്ള പരിവർത്തനത്തിന്റെ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് പരലോക വിശ്വാസമാണ്. നമ്മൾ എങ്ങനെയാണ് നന്നാവുക? ഒരു മുസ്ലിമിന് ആത്മീയമായ ഊർജം നൽകുന്നത് എന്താണ്? അള്ളാഹു ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളോടുള്ള ആശയും ആഗ്രഹവുമാണ്. ഒരു മുസ്ലിമിനെ തെറ്റിൽ നിന്ന്, ഹറാമിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന്, അശ്ലീലങ്ങളിൽ നിന്ന് തടയുന്നത് എന്താണ്? അള്ളാഹു ഒരുക്കി വെച്ച കഠിനമായ അദാബിനെ കുറിച്ചുള്ള പേടിയാണ്. ഈ പേടിയും ഈ പ്രതീക്ഷയും ഇല്ലാതാവുന്നതോടുകൂടി മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയമായ അന്തസ്സും ഊർജ്ജസ്വലതയും നഷ്ടപ്പെട്ട് ഒരു ചത്ത സമുദായമായി അവർ മാറാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാനേഷുകുമാരി കണക്കുകളിലും അതുപോലെയുള്ള കണക്കുകളിലും പട്ടികകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുസ്ലിം പേരുകളായി ഉമ്മത്ത് മാറും. അതിനുവേണ്ടി തന്നെയാണ് പ്രിയപ്പെട്ടവരെ പരലോക വിശ്വാസത്തെ തീർത്തും ആവർത്തിച്ചും പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന തുല്യതയില്ലാത്ത പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം ഒരു പരിധിവരെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ചൈനയിൽ ഉയ്ഗർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദന, മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദന, ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ആടിന്റെയും പശുവിന്റെയും കോഴിയുടെയും പേര് പറഞ്ഞ് തച്ചുകൊല്ലപ്പെടുന്ന മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന വേദനകൾ, ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും ഫലസ്തീനിലടക്കം പല പ്രദേശങ്ങളിലും ആരാലും എതിർക്കപ്പെടാതെ തടയപ്പെടാത്ത രീതിയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1.5 സഹസ്രാബ്ദത്തിനപ്പുറത്ത് പ്രവചിച്ചു വച്ച ഒരു പ്രവചനത്തിന്റെ പുലർച്ചയായി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്താണ് റസൂലുള്ളാഹി പ്രവചിച്ചത്? നിങ്ങളുടെ അനുയായികൾക്ക്, പിൻഗാമികൾക്ക് ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? വിശന്നിരിക്കുന്ന മനുഷ്യർ ആർത്തിയോടെ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ മുസ്ലിങ്ങളുടെ നേർക്കേക്ക് മറ്റു സമുദായങ്ങൾ കൈനീട്ടാൻ തുടങ്ങും. ഉപദ്രവത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും പ്രയാസങ്ങളുടെയും അവകാശ ധ്വംസനങ്ങളുടെയും എല്ലാം കരങ്ങൾ മുസ്ലിങ്ങളുടെ നേർക്കേക്ക് നീട്ടാൻ തുടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന് സഹാബത്ത് ചോദിച്ചു, അപ്പൊ മുസ്ലിങ്ങൾ ആൾബലത്തിൽ വളരെ കുറവായിരിക്കുമോ? വളരെ തുച്ഛം ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും അല്ല. ആൾബലത്തിൽ അവർ ഒരുപാടുണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞു. ലോകത്തിന്റെ ജനസംഖ്യയിൽ 4 പേരെ എടുത്താൽ ഇന്ന് ഒരാൾ മുസ്ലിമാണ്. 2 ബില്യണോളം മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. 200 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്തുകൊണ്ടാണ് പിന്നെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത്, പ്രയാസപ്പെടുത്തപ്പെടുന്നത്? പ്രവാചകൻ പറഞ്ഞു തരുന്നു, അവർക്കൊരു രോഗം ബാധിച്ചിട്ടുണ്ടാവും ആ സമയമാകുമ്പോഴേക്ക്. ആ രോഗത്തിന്റെ പേരെന്താണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. വഹ്നി എന്നാണ് ആ രോഗത്തിന്റെ പേര്. ആ രോഗത്തിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. എന്താണ് ആ രോഗം, ആ രോഗത്തിന്റെ അടയാളങ്ങൾ എന്താണ്, ആ രോഗത്തിന്റെ സിംപ്റ്റംസ് എന്താണെന്ന് നബി പഠിപ്പിച്ചു തന്നു. എന്താണ് സിംപ്റ്റംസ്? ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തതയും മരണത്തോടുള്ള അമിതമായ വെറുപ്പുമാണ് ഇത്തരത്തിലുള്ള വഹൻ എന്ന രോഗത്തിന്റെ അടയാളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ നോക്കി, ലോകത്ത് മുസ്ലിങ്ങളിൽ നിന്ന് ആക്രമിക്കപ്പെടാൻ കാരണം എന്താണ്? വഹനാണ്. വഹ്നി എന്നാൽ എന്താണ്?
ഈ ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തതയും മരണത്തോടുള്ള അമിതമായ വെറുപ്പും, അതായത് ദുനിയാവിനോടുള്ള ആഭിമുഖ്യവും പരലോകത്തോടുള്ള അവഗണനയുമാണ് മുസ്ലിം ഉമ്മത്തിന് വഹിനെന്ന രോഗം ബാധിക്കാൻ കാരണമെന്നും ആ വഹിനെന്ന രോഗമാണ്, ആ രോഗം കാരണമാണ് ലോകത്തവർ ഒറ്റപ്പെടാൻ പോകുന്നത്, ലോകത്തവർ അടിച്ചമർത്തപ്പെടാൻ പോകുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരലോകത്തെ മറക്കുകയും ദുനിയാവിനെ സ്നേഹിക്കുകയും ചെയ്ത ഒരു ഉമ്മത്തിന്റെ സ്വാഭാവികമായ പരിണിത ഫലമാണ് ആഗോളതലത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ദുനിയാവിന്റെ നശ്വരതയും പരലോകത്തിന്റെ അനശ്വരതയും ഒരാൾ തിരിച്ചറിയുമ്പോൾ അവിടെയാണ് ഒരാൾക്ക് യഥാർത്ഥത്തിലുള്ള ധൈര്യവും സ്ഥൈര്യവും മനസ്സമാധാനവും എല്ലാം ലഭിക്കുക. നമ്മളൊക്കെ ഭയപ്പാടിലാണ്, പേടിയിലാണ്. ജൂൺ 4 തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ എന്താണ് വരിക, എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക, മുസ്ലിം ഉമ്മത്തിന്റെ ഭാവി എന്താണെന്നൊക്കെ വിചാരിച്ച ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ആകെ എടങ്ങേറായി നിൽക്കാൻ. പക്ഷെ പ്രിയപ്പെട്ടവർ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഈ ദുനിയാവിന്റെ നശ്വരതയെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, പരലോകത്തിന്റെ അനശ്വരതയെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ്, അവനൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. അവനെ അലട്ടുന്ന ഒരു പ്രത്യേക കാര്യമായി ഇതവനെ ബാധിക്കുകയില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ട വലിയൊരു സത്യം. ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ഈ ദുനിയാവ്. ഈ ദുനിയാവിനെ കുറിച്ച് നാളെ മഹ്ശറയിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, ഈ ദുനിയാവിനെ കുറിച്ച് ഏത് രീതിയിലാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൻ നാസിആത്തിന്റെ അവസാനത്തിൽ നമ്മൾ പറയുന്ന പരലോകത്ത് വെച്ച് മഹ്ശറയിൽ വെച്ച് നമ്മൾ പറയുന്ന ചില സംസാരത്തെ കുറിച്ചാണ് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. കഅല്ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചതാണ്, ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയ കാലഘട്ടത്തെക്കുറിച്ച് ചോദിച്ചതാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് അവരെ പറഞ്ഞത് എന്താണ്? ഒരു വൈകുന്നേരമോ ഒരു രാവിലെയോ അല്ലാതെ, ഒരു പൂർവാഹനമോ ഒരു പ്രദോഷമോ അല്ലാതെ ഈ ദുനിയാവിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന് പരലോകത്ത് വെച്ച് മഹ്ശറയിൽ വെച്ച് ഈ മനുഷ്യരത പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം നിസാരമായ, അത്രമാത്രം ദൈർഘ്യം കുറഞ്ഞ, കാലം കുറഞ്ഞൊരു കാലഘട്ടമാണ്, ഒരു ഘട്ടമാണ് ഈ ദുനിയാവെന്ന് പരലോകത്ത് വെച്ച് മഹ്ശറയിൽ വെച്ച് നാം സാക്ഷ്യം വഹിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. ഖാല കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദീൻ. എത്ര കൊല്ലമാണ് കൂട്ടരെ നിങ്ങൾ ഈ ദുനിയാവിൽ കഴിച്ചുകൂട്ടിയെന്നവരോട് ചോദിക്കുമ്പോൾ അവരതാ പറയുകയാണ്, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരു ഭാഗമോ മാത്രമേ ദുനിയാവിൽ ഞങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുള്ളൂ എന്നവർ മറുപടി പറയുമെന്നാണ്. ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവ്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അതിന്റെ ആഴങ്ങളിലേക്ക്, അർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നാം പാരായണം ചെയ്യുമ്പോൾ ഒരു യഥാർത്ഥ മുഅ്മിനായി കഴിഞ്ഞാൽ, ഈ ദുനിയാവിന്റെ നശ്വരതയെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയപ്പാടുകളില്ല, നമുക്ക് പിന്നെ പേടിയില്ല, നമുക്ക് പിന്നെ അസമാധാനങ്ങളില്ല, ശാന്തിയില്ല. നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പരലോക വിജയം നേടലാണ്, സ്വർഗം നേടലാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം രൂഢമൂലമായപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയത്തിലെ സകല ഭയപ്പാടുകളും ഇറക്കി വെച്ച മുൻഗാമികളായ മനുഷ്യരുടെ ചരിത്രം റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തിനോട് ആദ്യമായി മത്സരിക്കാൻ വന്നവർ ഏതാനും സാഹിരീങ്ങളാണ്. ആ സാഹിരീങ്ങൾ ഫിർഔനിന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന രംഗം പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അറാഫിൽ അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ സാഹിരീങ്ങളതാ ഫിർഔനിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെങ്ങാനും വിജയിക്കുകയാണെങ്കിൽ, ഞങ്ങൾ ഈ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ മൂസ കാണിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മാനം ഉണ്ടാകില്ലേ, ഞങ്ങൾക്ക് അംഗീകാരം ഉണ്ടാകില്ലേ എന്ന് ഫിർഔനിന്റെ മുന്നിൽ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ഫിർഔനിന്റെ മറുപടി എന്താണ്? ഖാല നഅം വ ഇന്നകും ലമിനൽ മുഖറബീൻ.
നിങ്ങൾക്ക് സമ്മാനങ്ങളും പാരിതോഷികങ്ങളും മാത്രമല്ല ഉണ്ടാവുക, പിന്നെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായ ഫിറഔനിന്റെ അടുത്ത ആളുകളായിരിക്കും, സ്വന്തക്കാരായിരിക്കും. പിന്നീട് നിങ്ങൾ എന്നതാ ഏറ്റവും വലിയ ഓഫർ അവർക്ക് കൊടുക്കുകയാണ്, ഏറ്റവും വലിയ സന്തോഷ വാർത്ത അവർക്ക് കൊടുക്കുകയാണ്. അവർ ഫിറഔനിന്റെ മുന്നിൽ നിന്നിരുന്നത് ഓക്കാനിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അവർ ഫിറഔനിന്റെ മുന്നിൽ നിന്നത് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ്, പേടിച്ചുകൊണ്ടാണ്, ബഹുമാനത്തോടെയാണ്. എന്നാൽ അതാ അവരുടെ പ്രകടനങ്ങൾ കഴിഞ്ഞ് അവരവരുടെ മായവിദ്യകൾ മുഴുവനും കാണിച്ചു കഴിഞ്ഞ് അവസാനം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടിയങ്ങ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം താഴേക്കിട്ടപ്പോ ആ വടി പാമ്പായി മാറുന്നത് അവരെ കാണുമ്പോ ആ കാണുന്ന ആളുകൾക്ക് ഫിറഔനിന്റെ അഭിപ്രായത്തിൽ മൂസാ നബി കാണിക്കുന്നത് സിഹ്റാണ്. ഫിറഔനിന്റെ മലകിന്റെ പ്രമാണിമാരുടെ അഭിപ്രായത്തിൽ മൂസ കാണിക്കുന്നത് സിഹ്റാണ്. എന്നാൽ മാരണം എന്താണെന്നറിയുന്ന, മായാജാലം എന്താണെന്നറിയുന്ന, കൺകെട്ട് വിദ്യ എന്താണെന്നറിയുന്ന ആ സാഹിര്യങ്ങളതാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടി താഴേക്ക് വീണപ്പോ അത് പാമ്പായി മാറിയ നിമിഷം അവർ മനസ്സിലാക്കുകയാണ്, ഇതൊരു കൺകെട്ട് വിദ്യയല്ല, ഇതൊരു ചെപ്പടി വിദ്യയല്ല, ഇതൊരു പറ്റിക്കലല്ല, അത് യഥാർത്ഥത്തിൽ പാമ്പ് തന്നെയാണ്. ആ ഇഴഞ്ഞു നീങ്ങുന്നത് യഥാർത്ഥത്തിൽ സർപ്പം തന്നെയാണെന്ന് അവരതാ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രതികരണം എന്താണ്? യാഥാർത്ഥ്യം അവരെ മനസ്സിലാക്കിയപ്പോ, സത്യം അവരെ മനസ്സിലാക്കിയപ്പോ, ഹഖ് അവരെ മനസ്സിലാക്കിയപ്പോ വഉൽഖിയ അസ്സഹറതു സാജിദീൻ, ആ സാഹിരികളതാ സുജൂദിലേക്ക് വീഴുകയാണ്. ആരുടെ മുന്നിലാണ് സുജൂദിലേക്ക് വീഴുന്നത്? ഫിറഔനിന്റെ മുന്നിലല്ല, പിന്നെ റബ്ബിന്റെ മുന്നിലേക്കാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അണ്ടകടാഹങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസാ വ ഹാറൂൻ, മൂസയും ഹാറൂനും ഏതൊരു രക്ഷിതാവിനെ കുറിച്ചാണോ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, ആ രക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ഫിറഔൻ ഇടപെട്ടു. അവനതാ കലിതുള്ളുകയാണ്, കോപാന്തത ബാധിച്ചുകൊണ്ട് അവനതാ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് പറയുകയാണ്, ഖാല ഫിറഔനു ആമൻതും ബിഹി ഖബല അൻ ആദന ലക്കും, എന്റെ അനുവാദം കിട്ടുന്നതിന്റെ മുന്നേ നിങ്ങൾ അവരിൽ വിശ്വസിച്ചുവോ? ഇന്ന ഹാദാ ലമക്റും മകർതുമൂഹു ഫിൽ മദീന, ഇത് നിങ്ങൾ പട്ടണത്തിൽ ഈ അങ്ങാടിയിൽ വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയാണ്, ഒരു തന്ത്രമാണ്. ഈ പട്ടണത്തിന്റെ, ഈ രാജ്യത്തിന്റെ, ഈ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അധിപന്മാരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയൊരു ഗൂഢാലോചനയാണിതെന്ന് ഫിറഔൻ ആരോപിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ലൗ ഖത്അന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വെട്ടിക്കളയുന്നതാണ്, എന്നിട്ട് നിങ്ങളെ ഒന്നടങ്കം ഞാൻ കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്യുന്നതാണെന്ന് ഫിറഔൻ അതാ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫിറഔന്റെ വർത്തമാനം വെറുതെയല്ല. ഇന്നലകളിൽ അത്തരത്തിലുള്ള ക്രൂരമായ, കിരാതമായ, മനുഷ്യത്വത്തിന് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തി, ശിക്ഷകൾ നടത്തി കാണിച്ചു കൊടുത്തവനാണ് ഫിറഔൻ. അത് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുരിശിൽ തറച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? തലയോടിലൂടെ ഇരുമ്പിന്റെ ആണിയടിച്ച് കയറ്റിക്കൊണ്ട് മരപ്പലകയിൽ തറച്ചുകൊണ്ട് കൊല്ലലാണ് കുരിശിൽ തറച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ. ആ ആണിയുടെ കൂർത്ത ഭാഗം നെറ്റിയിലേക്ക് തറച്ചു കയറുമ്പോ ഒരു വട്ടമല്ല ഒരു മനുഷ്യൻ മരിക്കുക, 10,000 വട്ടം ഒരു മനുഷ്യൻ മരിച്ചു വീഴും, ഒരു സംശയവുമില്ല. മനസ്സിൽ ഉണ്ടാകുന്ന പേടിയുടെ അളവെത്രയാണ്, ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനയുടെ അളവെത്രയാണ്. ഈ ശിക്ഷ നിങ്ങൾക്ക് നടപ്പാക്കുമെന്നാണ് ഫിറഔൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ ഭീഷണികൾ പറഞ്ഞാലും, എന്തൊക്കെ ശിക്ഷ നൽകുമെന്ന് പറഞ്ഞാലും ആ മനസ്സുകളെ ഭയപ്പെടുത്താൻ സാധ്യമല്ല, ആ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. കാരണം ആ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിന്റെ വെളിച്ചമാണ്. അവർ പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയുമോ? ഖാലൂ ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, ഞങ്ങൾക്ക് ഈ വന്നു കിട്ടിയ വ്യക്തതയുണ്ടല്ലോ, മുകളിലുള്ള നിയൽമറകൾ മുഴുവനും നീങ്ങിക്കൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവിനെ കണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ റബ്ബിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ വന്നെത്തിയ വ്യക്തതയേക്കാൾ, ആ ബയ്യിനത്തിനേക്കാൾ നിനക്ക് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല, നിന്നെ ഞങ്ങൾ മാനിക്കുന്നേയില്ല. എന്നിട്ട് അവർ പറയുകയാണ്, ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത് ഫഖദി മാ അൻത ഖാദ്, ഇവിടെ വിധിക്കാൻ
വിധിക്കാനുള്ള അധികാരം നിനക്കാണ്, നീ വിധിച്ചുകൊള്ളുക. എന്നിട്ട് അവർ പറയുകയാണ്, ആ പറയുന്ന വാക്കാണ് നാം അടിവരയിടേണ്ടത് പ്രിയപ്പെട്ടവരെ. ആ സാഹചര്യങ്ങൾ വിശ്വാസികൾ പറയുന്നു, ഇന്നമാ തഖ്ദീ ഹാദിഹിൽ ഹയാത്തി ദുനിയാ, നിനക്ക് വിധിക്കാൻ കഴിയുന്നത് ഈ ദുനിയാവിൽ മാത്രമല്ലേ, ഈ ദുനിയാവിലല്ലേ നിനക്ക് ഞങ്ങളെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ, കൈവെട്ടാൻ സാധിക്കുകയുള്ളൂ, കാല് വെട്ടാൻ സാധിക്കുകയുള്ളൂ, കുരിശിൽ തറക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നമാ തഖ്ദീ ഹാദിഹിൽ ഹയാത്തി ദുനിയാ, അതുകൊണ്ട് നശ്വരമായ ഈ ദുനിയാവിൽ റബ്ബ് നിനക്ക് തന്ന അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നീ എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചു കൊള്ളുക, ഞങ്ങളെ അത് ബാധിക്കുന്നതല്ല. എന്നിട്ട് അവരതാ ലോകത്തിന്റെ രക്ഷിതാവിലേക്ക് കൈകളും കണ്ണുകളും ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ. ഫിർഔനോടാണ് പറയുന്നത്, നീ ഞങ്ങളിൽ കണ്ട തെറ്റെന്താണ്, നീ ഞങ്ങളിൽ കണ്ട അപാകത എന്താണ്? ഞങ്ങൾ രക്ഷിതാവിൽ യഥാർത്ഥത്തിലുള്ള സന്ദേശം വന്നെത്തിയപ്പോൾ വിശ്വസിച്ചതാണോ നീ ഞങ്ങളിൽ കണ്ട അപാകത? ഞങ്ങൾ ചെയ്ത അപരാധം എന്താണ്? ഞങ്ങൾ രക്ഷിതാവിൽ വിശ്വസിച്ചു എന്നതാണോ? എന്നിട്ട് അല്ലാഹുവിലേക്ക് കൈകളുയർത്തിക്കൊണ്ടവർ പറയുകയാണ്, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ, അല്ലാഹുവേ ഞങ്ങളിലേക്ക് നീ ക്ഷമയെ വർഷിപ്പിച്ചു തരണേ, ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നല്ല, ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരു സുന്ദരമായ ജീവിതം നൽകണേ എന്നല്ല, ഫിർഔനിന്റെ അധികാരത്തെ ഇല്ലാതാക്കി കളയണേ എന്നല്ല, ഞങ്ങളെ ഈ ശിക്ഷയിൽ നിന്ന് ഉയർത്തി ആകാശത്തേക്ക് ഉയർത്തി കളയണേ എന്നല്ല. അവർ പറയുന്നത് എന്താണ്? ഫിർഔന് കാലുവെട്ടുമ്പോ, കൈവെട്ടുമ്പോ, കുരിശിൽ തറച്ചു കൊല്ലുമ്പോ അത് ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള ശേഷി റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ല. മാത്രമല്ല വതവഫനാ മുസ്ലിമീൻ, അങ്ങനെ ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരുമ്പോ, അങ്ങനെ ഞങ്ങൾ മരണപ്പെടുമ്പോ, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ നിനക്ക് കീഴ്പ്പെട്ടവരായിക്കൊണ്ട് മുസ്ലിങ്ങളായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് അവരതാ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് കിട്ടിയ തർബിയത്ത് എത്രയാണ് പ്രിയപ്പെട്ടവരെ, അവർക്ക് കിട്ടിയ തസ്കിയത്ത് എത്രയാണ്. വളരെ കുറഞ്ഞ മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രമേ അവരുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം സന്നിവേശിച്ചിട്ടുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ അവർ നടത്തി അവർക്കുണ്ടായ പരിവർത്തനം എത്രയാണ്, അവർക്കുണ്ടായ മാറ്റം എത്രയാണ്. ആ മാറ്റമാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഏത് വലിയ സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായ ഭരണാധികാരിയുടെ മുന്നിലും അടിപതറാതെ ഭയപ്പെടാതെ നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് വേണ്ടത് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ഈ ദുനിയാവിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും, ഈ ദുനിയാവിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും അതെല്ലാം മരണത്തോടുകൂടി അവസാനിക്കുന്നതാണെന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും അനുഭവിച്ച തുല്യതയില്ലാത്ത പീഡനങ്ങളുടെ ഇന്നലകളെ കുറിച്ച് എത്രയെത്ര ഖുതുബകളിലും പ്രസംഗങ്ങളിലും നാം കേട്ടിട്ടുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഓരോ ചാട്ടവാറടി ശരീരത്തിലേക്ക് ഏൽക്കുമ്പോഴും ബിലാൽ അത് ആസ്വദിക്കുകയായിരുന്നു. കാരണം ഓരോ ചാട്ടവാറടിയും തന്റെ സ്വർഗത്തിലേക്കുള്ള ദറജ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ബിലാലിന് നന്നായി അറിയാമായിരുന്നു. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഓരോ അടികൊള്ളുമ്പോഴും ഓരോ തൊഴികൊള്ളുമ്പോഴും വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോഴും അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു. കാരണം എന്താണ്? ഓരോ പീഡനത്തിന്റെ അധ്യായങ്ങളും സ്വർഗത്തിലുള്ള തന്റെ ദറജ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ള തിരിച്ചറിവ് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ, ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അവർ സ്വീകരിച്ചത് പൂമാലകൾ സ്വീകരിക്കുന്നത് പോലെ, ഹർഷാരവങ്ങൾ സ്വീകരിക്കുന്നത് പോലെ, അഭിനന്ദനങ്ങൾ സ്വീകരിക്കുന്നത് പോലെ, ആശീർവാദങ്ങൾ സ്വീകരിക്കുന്നത് പോലെ അവർക്കത് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഇത് ഞങ്ങളുടെ രക്ഷിതാവിന്റെ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിന്റെ വിജയത്തിന്റെ അവസാനം സ്വർഗമാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, ആൾനഷ്ടം കൊണ്ട്, ധനനഷ്ടം കൊണ്ട്, കൃഷിനാശം കൊണ്ടെല്ലാം ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരാരാണോ, ആ പരീക്ഷണത്തിൽ ക്ഷമ അവലംബിക്കുന്നവരാരാണോ അവർക്കാണ് യഥാർത്ഥത്തിൽ സന്തോഷ വാർത്ത. എന്നിട്ട് ആ മനുഷ്യരുടെ അടയാളം അതാ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ മനുഷ്യരുടെ അടയാളം എന്താണ്?
الذين إذا أصابتهم مصيبة അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അവർക്കൊരു പ്രയാസം ബാധിച്ചാൽ ഖാലു അവർ പറയുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതത്തിൽ മുസീബത്തിന്റെ അവസ്ഥകളിൽ മനുഷ്യനുണ്ടാകേണ്ട മുസ്ലിമിനുണ്ടാകേണ്ട രണ്ട് വികാരങ്ങളാണ്. ഒന്നാമത്തേത് എന്താണ്? ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ ദുനിയാവിൽ ഞങ്ങൾ സ്ഥിരതാമസത്തിന് വന്നവരല്ല. ഈ ദുനിയാവിലെ ജീവിതം മനുഷ്യരമാണെന്ന് വിചാരിച്ചിവിടെ ജീവിക്കുന്നവരല്ല. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാളെ പരലോകത്ത് റബ്ബൊരുക്കി വെച്ച സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ കടക്കാൻ പ്രതീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നമ്മൾ. ആ ചിന്തയാണ് പ്രിയപ്പെട്ടവർ, ഏത് മുസീബത്തിന്റെ അവസ്ഥയിലും, അത് ഭയം കൊണ്ടുള്ളതാകട്ടെ, വിശപ്പ് കൊണ്ടുള്ളതാകട്ടെ, നഷ്ടങ്ങൾ കൊണ്ടുള്ളതാകട്ടെ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാകുന്നു യഥാർത്ഥത്തിൽ ലോകത്തിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യവും ലോകത്തിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യവും നന്മയുമുള്ളത്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു നേർമാർഗം പ്രാപിച്ച ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗമാണ്. ഈ ദുനിയാവിൽ നാം താൽക്കാലികമായി വന്നതാണ്. എത്രയെത്ര ആയത്തുകളിലൂടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സൂറത്തുൽ ഹദീദിന്റെ ഒരായത്തിലൂടെ റബ്ബ് നമ്മോട് സംസാരിക്കുന്നു. ഇഅലമൂ, നിങ്ങൾ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ 5 കാര്യമാണ്. ഈ ദുനിയാവിനെ പടച്ച, ഈ ദുനിയാവിലെ സകല സംവിധാനങ്ങളും സംവിധാനിച്ച ലോകത്തിന്റെ നായകൻ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, 5 കാര്യമാണ് ഈ ദുനിയാവ്, അതല്ലാതെ മറ്റൊന്നും ഈ ദുനിയാവിലില്ല എന്ന് പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തൊക്കെയാണത്? ലഇബു വലഹും വസീനതും വതഫാഖുറുൻ ബൈനകും വതകാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഒന്നാമത്തേത് കളിയാണ്, രണ്ടാമത്തേത് വിനോദമാണ്, മൂന്നാമത്തേത് സൗന്ദര്യമാണ്, നാലാമത്തേത് ഫഖറാണ്, അഞ്ചാമത്തേത് കസറാണ്. ഇതല്ലാതെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി കളിയും വിനോദവും ആസ്വാദനങ്ങളും, നശിച്ചു പോകുന്ന സൗന്ദര്യവും, അതുപോലെ തന്നെ ഫഖർ നടിക്കലും പരസ്പരം കസർ നടിക്കലുമല്ലാതെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല കേട്ടോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കവിയോ പ്രാസംഗികനോ ഇല്ല, ലോകത്തിന്റെ രക്ഷിതാവാണ്. എന്നിട്ട് അല്ലാഹു ഉദാഹരിക്കുകയാണ്, കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതു, മഴയങ്ങ് പെയ്യുമ്പോ ഒരു കൃഷിയിടം പച്ചപ്പ് വിരിക്കുന്ന സമയം, ആ കൃഷിയിടത്തിലെ പഴവർഗ്ഗങ്ങളും വിളവുകളും വിളച്ചു നിൽക്കുന്ന സമയം കർഷകരെ അത് വല്ലാതെ ആനന്ദിപ്പിക്കുകയാണ്. അവരതാ കണ്ണഞ്ചി പോകുകയാണ്. ഇന്നലകളിൽ അവർ നടത്തിയ അധ്വാനത്തിന്റെ ഫലം കാണുമ്പോ അവർക്ക് വല്ലാത്ത രോമാഞ്ചമുണ്ടാകുന്നു, വല്ലാത്തൊരു സന്തോഷമുണ്ടാകുന്നു. എന്നിട്ട് പറയുകയാണ്, കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞാൽ, ഏതാനും ആഴ്ചകൾ അങ്ങോട്ട് കഴിഞ്ഞാൽ, കർഷകന്റെ കണ്ണിന് ആനന്ദം നൽകിയ ആ പച്ചപ്പുണ്ടല്ലോ മെല്ലെ മെല്ലെ മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ്. അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് സൗന്ദര്യം മുഴുവനും നശിച്ചുപോയി, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, ആ സൗന്ദര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ കൃഷിയിടം മാറുന്നത് പോലെ ഈ ദുനിയാവിൽ അല്ലാഹു തന്ന എല്ലാ സംഗതികളും അസ്തമിച്ചു പോകുന്നതാണ്. നിനക്കുള്ള സമ്പത്താകട്ടെ, നിനക്കുള്ള സൗന്ദര്യമാകട്ടെ, നിനക്കുള്ള സന്താനമാകട്ടെ, നിനക്കുള്ള കുടുംബമാകട്ടെ, നിനക്കുള്ള ബുദ്ധിയാകട്ടെ, നിനക്കുള്ള വിദ്യാഭ്യാസമാകട്ടെ, എല്ലാം അസ്തമിച്ചു പോകുന്നത് മാത്രമാണെന്ന വലിയ ആശയമാണ് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ 2 രീതിയിലാണ് മനുഷ്യന്മാർ പ്രതികരിക്കുക, 2 രീതിയിലാണ് ആളുകൾക്ക് മാറ്റം സംഭവിക്കുക. ഒന്നാമത്തെ രീതി എന്താണ്? ഫിർഔനിനെ പോലെ, ഹാമാനിനെ പോലെ, ഖാറൂനിനെ പോലെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ അഹങ്കാരത്തിന്റെ പ്രതീകങ്ങളായി അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രമായി വിട പറഞ്ഞു പോയ ധിക്കാരികളായ ആളുകളുടെ മനോഭാവത്തിലേക്ക് പോകുന്ന ആളുകൾ 2024 ജീവിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ അവരേതുപോലെ ആകുമെന്നറിയുമോ? മഹാനായ ഖലീഫ, 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അവരായി മാറുന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് സിറിയയുടെ ഭരണം കിട്ടിയപ്പോ, ഷാമിന്റെ ഭരണം കിട്ടിയപ്പോ
ആ സിറിയ പട്ടണത്തിന്റെ വലിയൊരു പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം ആ സിറിയയെ നോക്കിക്കാണുകയാണ്. സിറിയ എന്ന് പറഞ്ഞാൽ മക്കയെ പോലെയും മദീനയെ പോലെയുമല്ല. മദീനയിലെ ജൂതന്മാരുടെ വലിയ കോട്ടയ്ക്ക് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുക ഒരുപാട് മൊട്ടക്കുന്നുകളും അതുപോലെ ഈന്തപ്പനത്തടികളും മാത്രമാണ്, ചെറിയ ചെറിയ കൃഷിയിടങ്ങളും മാത്രമാണ്. മക്കയിൽ കയറി നിന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്നാൽ ഷാമിലുള്ള വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കണ്ണിനിമ്പമാർന്ന തരത്തിലുള്ള പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഘോരവനങ്ങളുള്ള സുന്ദരമായ ഭൂപ്രദേശമാണ് കാണുന്നത്. ഈ പ്രദേശം കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പോകുകയാണ്. ഇതെന്റെ അധികാരത്തിന്റെ കീഴിലല്ലേ, ഞാനല്ലേ ഇതിന്റെ അധിപൻ, ഞാനല്ലേ ഇതിന്റെ രാജാവ് എന്ന ചിന്ത ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് വന്നപ്പോ അദ്ദേഹം അതാ പാരായണം ചെയ്യുകയാണ്. ഉമറിനെ തന്നെ തിരുത്തുകയാണ്. ഉമറിന്റെ മനസ്സിനെ തിരുത്തുകയാണ്. എങ്ങനെയാണ് തിരുത്തുന്നത്? സൂറത്തു ദുഖാനിലെ ചില വചനങ്ങൾ പറഞ്ഞിട്ടാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഉമറേ, ഇതിൽ അഭിരമിച്ചു പോകരുതേ, ഉമറേ ഇതിൽ മയങ്ങിപ്പോകരുതേ, ഉമറേ നിന്റെ കണ്ണുകൾ ഇതിൽ മഞ്ഞളിച്ചു പോകരുതേ. കാരണം ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇതിനേക്കാൾ സുന്ദരമായ തോട്ടങ്ങൾ നൽകപ്പെട്ടവരുണ്ട്, ഇതിനേക്കാൾ സുന്ദരമായ അരുവിയുടെ അധിപന്മാരായി കഴിഞ്ഞവരുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇതിനേക്കാൾ വലിയ മണിസൗധങ്ങൾ സ്വന്തമായി ഉണ്ടായവരുണ്ട്. അവരിന്ന് എവിടെയാണ്? ആ മണിസൗധങ്ങൾ കൊണ്ട്, ആ കൊട്ടാരങ്ങൾ കൊണ്ട്, ആ അരുവികൾ കൊണ്ട്, ആ തോട്ടങ്ങൾ കൊണ്ട്, ആ സുന്ദരമായ പാർപ്പിടങ്ങൾ കൊണ്ട് എന്തുപകാരമാണ് അവർക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് നേട്ടമാണ് അവർക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം മനസ്സിനെ ഭരിക്കാൻ പോകുന്ന, സ്വന്തം മനസ്സിനെ കീഴടക്കാൻ പോകുന്ന ദുനിയാവിനോടുള്ള ആഗ്രഹത്തോട് മല്ലിട്ട് വാദിച്ച് ജയിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ ഒരുമിച്ച് വരുമ്പോ ആ അനുഗ്രഹങ്ങൾ നശ്വരമാണെന്ന് ചിന്തിച്ച് എന്റെ ലക്ഷ്യം സ്വർഗമാണ്, എനിക്ക് പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ്, എന്റെ ലക്ഷ്യവും അത് തന്നെയാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. യഥാർത്ഥ വിജയവും പരാജയവും തീരുമാനിക്കപ്പെടുന്നത് എവിടെയാണ്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഓരോ മനുഷ്യരുടെയും പ്രവർത്തനത്തിനനുസരിച്ചവർക്ക് പ്രതിഫലവും ശിക്ഷയും നൽകപ്പെടുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ. ആരാണോ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന. ആരാണോ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്നത്, ഫഖദ് ഫാസ്. അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണ്, വഞ്ചനയാണ്, ചതിയാണെന്ന് എത്ര ആയത്തുകളിലൂടെയാണ് പടച്ചറബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദുനിയാവിന്റെ പളപളപ്പിൽ മയങ്ങിപ്പോകരുത്. ഈ ദുനിയാവിൽ നശ്വരമായ റബ്ബ് സംവിധാനിച്ച സംവിധാനങ്ങളിൽ കണ്ണ് മഞ്ഞളിച്ചു പോകരുത്, ഹൃദയം മഞ്ഞളിച്ചു പോകരുത്. നമ്മെ കാത്തിരിക്കുന്നത് വിശാലമായ സ്വർഗമാണ്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. വസാരിഊ, നിങ്ങൾ ഓടിയെടുക്കുക, ധൃതിപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓടിയെടുക്കുക, വേഗത്തിൽ നിങ്ങൾ ഓടുക. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക്. അതിലൂടെ എവിടേക്കാണ് നിങ്ങൾക്ക് എത്താനുള്ളത്? വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള പ്രവിശാലമായ സ്വർഗ്ഗത്തിലേക്കാണ് ആ മഗ്ഫിറത്തിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ളത്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സൂക്ഷ്മാലുക്കളായ ആളുകൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കി വെച്ചതാണ് ആ സ്വർഗ്ഗമെന്ന് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് ആ സ്വർഗ്ഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നാം ജാഗരൂകരാകേണ്ടതിന് പ്രിയപ്പെട്ടവരെ, അതിന്റെ പരിശ്രമത്തിൽ അഹോരാത്രം നാം പ്രയത്നിക്കേണ്ടതുണ്ട്. ആ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയിൽ, എന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രയാണത്തിൽ എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന് കൃത്യമായ ഒരു മുഅ്മിൻ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മൂന്ന് കാര്യങ്ങൾ പ്രധാന
പ്രധാനമായും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വർഗത്തിന് തടസ്സമായി നിൽക്കും. എന്തൊക്കെയാണത്? അതിലൊന്നാമത്തത് പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗം ഹറാമാക്കപ്പെടുന്ന, ഒറ്റയടിക്ക് കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകുന്ന, കർമ്മങ്ങൾ മുഴുവൻ ഇല്ലാതെയായി പോകുന്ന ആ സ്വർഗത്തിന്റെ പ്രവിശാലമായ വാതിലുകൾ നമ്മുടെ മുഖത്തേക്ക് കൊട്ടിയടക്കപ്പെടുന്ന ഒരു വലിയ പാതകത്തെ കുറിച്ച് പടച്ചിറപ്പ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണത്? വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ആരാണോ ശിർക്ക് ചെയ്യുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവനതാ സ്വർഗ്ഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. വമഅവാഹുൻ നാർ, അവന്റെ മടക്ക സ്ഥാനമാകട്ടെ, അവന്റെ താമസ സ്ഥലമാകട്ടെ നരകമാണ്. വമാലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമകാരികൾക്ക് ഒരു തരത്തിലുള്ള സഹായിയെയും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് പടച്ചിറപ്പ് പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എന്റെ വാക്ക് ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരു കാരണവശാലും ശിർക്ക് സംഭവിക്കരുതേ, ശിർക്കിലേക്ക് നിങ്ങൾ പോകരുതേ. എന്താണ് ശിർക്ക് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന് നൽകേണ്ടത് മറ്റു പലർക്കും നൽകുക എന്നതാണ്. അള്ളാഹിനെ വിളിക്കേണ്ടതിന് പകരം മറ്റു പലരെയും മറ്റു പല ശക്തികളെയും വ്യക്തികളെയും വിളിക്കുക എന്നതാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ. അള്ളാഹുവെ എന്ന് വിളിക്കേണ്ടതിന് പകരം ഔലിയാക്കളെ വിളിക്കുന്ന, വൈദി ശൈഖിനെ വിളിക്കുന്ന, മമ്പറത്ത് തങ്ങളെ വിളിക്കുന്ന, അജ്മീറിലെ ഖ്വാജയെ വിളിക്കുന്ന, സ്വീയം മടവൂരിനെ വിളിക്കുന്ന, ഉള്ളാളത്ത് തങ്ങളെ വിളിക്കുന്ന, ബദരീങ്ങളെ വിളിക്കുന്ന, ഉഹുദീങ്ങളെ വിളിക്കുന്ന, സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം തരാത്ത, അല്ലാഹുവിന് പുറമെയുള്ള ചില ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴികെട്ടു പോയവർ ആരാണുള്ളത്, വഴിപിഴച്ചു പോയവർ ആരാണുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തേട്ടമാണ് ഇബാദത്തുകളുടെ മജ്ജ എന്ന് പറയുന്നത്, ഇബാദത്തുകളുടെ മർമ്മം എന്ന് പറയുന്നത് തേട്ടമാണ്, ദുആയാണ്. അത് അല്ലാഹുവിനോട് മാത്രമുള്ളതാണ്, അവിടെ പടച്ചറബിനോട് മാത്രമുള്ളതാണ്. അത് അല്ലാഹു അല്ലാത്തവർക്ക് നാം നടത്തിയാൽ, അല്ലാഹു അല്ലാത്തവരോട് നാം തേടുമ്പോ അവിടെയാണ് ശിർക്ക് സംഭവിക്കുക. നമ്മുടെ സ്വർഗം തടയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അതാണെന്ന് പ്രിയപ്പെട്ടവരെ നാം കൃത്യമായി മനസ്സിലാക്കുക. രണ്ടാമതായി നമ്മുടെ സ്വർഗം തടയപ്പെടാനുള്ള കാരണം എന്താണ്? നമുക്കൊരു ശത്രുവുണ്ട്, നാം ആ ശത്രുവിനെ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ 1-ാം തീയതി തൊട്ട് നമ്മുടെ ശത്രുവാണവൻ. അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നത് ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണമെന്നാണ്, ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണമെന്നാണ് പടച്ചിറപ്പ് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ ചരിത്രമെല്ലാം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ആദരവിന്റെ സുജൂദ് ചെയ്യാൻ ആകാശവാസികളായ മലക്കുകളോട് റബ്ബ് കൽപ്പിച്ചപ്പോ ആ മലക്കുകളെല്ലാം അല്ലാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുകയാണ്. അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ ഇബ്ലീസ് അതാ സുജൂദ് ചെയ്യാതെ നിൽക്കുന്നു. അവിടെ വെച്ച് തുടങ്ങിയതാണ് ഇബ്ലീസിന്റെ അസൂയ എന്ന് പറയുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ ആദരവിന്റെ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചപ്പോ അത് ധിക്കരിച്ചത് കൊണ്ടാണ്, അനുസരണക്കേട് കാട്ടിയത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പുറത്താക്കുന്നത്, ഇബ്ലീസിനെ ആട്ടിപ്പറഞ്ഞയക്കുന്നത്. അതിന്റെ ഫലമായി ആദം നബിയുടെ മുതുകിലൂടെ ജനിച്ചു വീഴാനിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരോട് മുഴുവൻ ഇബ്ലീസിനും അവന്റെ കബീലക്കും ദേഷ്യമാണ്, വിദ്വേഷമാണ്, അസൂയാണ്. അതവൻ കൃത്യമായി റബ്ബിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറുഹും ശാകിരീൻ. അല്ലാഹുവേ, എനിക്ക് വിഷമമില്ല റബ്ബേ, എനിക്ക് വിഷമമില്ല. ഞാൻ അവന്റെ മുന്നിലൂടെ പോകുന്നതാണ്, പിന്നിലൂടെ പോകുന്നതാണ്, വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തൂടെയും പോകുന്നതാണ്. ലഅഖൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ അവരുടെ മുന്നിൽ തടസ്സം നിന്നുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുകയും ചെയ്യുന്നതാണ്. വലാ തജിദു അക്സറുഹും ശാകിരീൻ, അവരിലധികം ആളുകളെയും മഹാഭൂരിപക്ഷം വരുന്ന
ആളുകളെയും നന്ദി ചെയ്യുന്നവരായി റബ്ബേ നിനക്ക് കാണാൻ കഴിയില്ല. ഇബ്ലീസിന്റെ വെല്ലുവിളിയാണ് പ്രിയപ്പെട്ടവരെ ഇത്. ആ വെല്ലുവിളി തുടങ്ങി സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ട്, യുഗങ്ങൾ കഴിഞ്ഞിട്ടും ആ വെല്ലുവിളി അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര സ്നേഹത്തോടെയാണ് റബ്ബ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അല്ലാഹു പറയാണ്, യാ ബനീ ആദം, യാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ. വല്ലാത്തൊരു വിളിയാണിത്. ഉപ്പ മക്കളെ വിളിക്കുന്നത് പോലെ പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. യാ ബുനൈ എന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനെ വിളിക്കുമ്പോ ആ വർത്തമാനത്തിൽ ഒരു വാത്സല്യം നമുക്ക് കാണാനുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ മകനെ യാ ബുനൈ എന്ന് വിളിക്കുമ്പോ ആ വാത്സല്യം നമുക്ക് കാണാനുണ്ടെന്നാൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്നെ മകനോടുള്ളതിനേക്കാൾ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്നെ മകനോടുള്ളതിനെ, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്നെ മകനോടുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി സ്നേഹത്തോടെ ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യരാശിയെ വിളിക്കുകയാണ്, യാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താണ്? ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ഇതുപോലെ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് അവരുടെ തറവാടായ സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയെയും വാപ്പയെയും ശൈത്താൻ വഞ്ചിക്കുമ്പോൾ നമ്മളവിടെ ഇല്ല, നമ്മളത് കണ്ടിട്ടില്ല, നമ്മളതിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. എന്നാൽ എല്ലാത്തിനും സാക്ഷിയായ ആലിമുൽ ഗൈബായ ലോകത്തിന്റെ രക്ഷിതാവ് നമുക്കത് പറഞ്ഞു തരികയാണ്. വഞ്ചനയിലൂടെ, ചതിയിലൂടെ നിന്റെ മാതാപിതാക്കളെ ശൈത്താൻ ചതിച്ചതുപോലെ നിന്നെയും ചതിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈതു ലാ തറൂനഹും ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. അവനവന്റെ ഖബീലയും അവനവന്റെ ഗോത്രവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് തിരിച്ചറിയാത്ത രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവരിതാ സദാ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിനും അവന്റെ അനുയായികൾക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഏതൊരു സ്വർഗത്തിൽ നിന്നാണോ നമ്മുടെ ഉമ്മയും ഉപ്പയും ഇറങ്ങി വരുന്നത്, ആ സ്വർഗത്തിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് നാം ഒരിക്കലും തിരിച്ചു പോയി കൂടാ എന്ന നിർബന്ധ ബുദ്ധിയോട് പ്രവർത്തിക്കുന്നവരാണ് ഇബ്ലീസും അവന്റെ കൂട്ടരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഇബ്ലീസിന്റെ ചതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ആദ്യമായി സ്വർഗത്തിൽ കഴിയുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് നടത്തിയ ചതി എന്താണ്? ഇബ്ലീസ് വന്നിട്ട് പറയുകയാണ്, എന്തിനാണ് അള്ളാഹു ഈ മരത്തെ നിങ്ങൾക്ക് നിഷേധിച്ചതെന്നറിയുമോ? മരത്തെ നിങ്ങൾക്ക് നിരോധിച്ചതെന്നറിയുമോ? നിങ്ങൾ നിത്യജീവൻ നൽകപ്പെട്ട ആളുകൾ ഇല്ല അൻ തകൂനാ മലക്കൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ, നിങ്ങൾ അനശ്വരരാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾ രണ്ട് മലക്കുകളായി തീരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നിങ്ങളെ ഈ മരത്തിൽ നിന്ന് തടഞ്ഞത് എന്ന് ഇബ്ലീസ് അതാ ആദം നബിയോട് പച്ചക്കളവ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. നമ്മുടെ ഉമ്മയോടും നമ്മുടെ ഉപ്പയോടും ഇബ്ലീസ് പറയുകയാണ്, സത്യം ചെയ്ത് പറയുകയാണ്, ആണയിട്ട് പറയുകയാണ്, വിശ്വസിപ്പിക്കാൻ പോകുന്ന രീതിയിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് കേട്ടോ, ഞാൻ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളാണെന്ന് ഇബ്ലീസ് അവരെ പറഞ്ഞു പറ്റിക്കുകയാണ്. ആ പറഞ്ഞു പറ്റിക്കൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. 2024 ഉടുതുണി ഉരിഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണിനോട് ഇബ്ലീസ് പറയുന്നത് എന്താണ്? നിനക്കുള്ള സ്വാതന്ത്ര്യം ഇതാണ്. നീ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവരാവണമെങ്കിൽ, നീ വിദ്യാഭ്യാസമുള്ളവളാകണമെങ്കിൽ, നീ പുരോഗമനവാദിയാവണമെങ്കിൽ നിന്റെ ശരീരത്തിന്റെ നഗ്നത അന്യർക്ക് നീ കാണിച്ചു കൊടുത്താൽ മാത്രമേ നിനക്കത് സാധ്യമാവുകയുള്ളൂ. അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥത്തിലുള്ള ലിബറലിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് ലോകത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ ആണായി പിറന്നവരെയും പെണ്ണായി പിറന്നവരെയും ഇബ്ലീസ് ഇന്നും ചതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഗുണമെന്ന് പറഞ്ഞവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ മോക്ഷത്തിന്റെ മാർഗം എന്ന് പറഞ്ഞവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. LGBTQ ആക്ടിവിസം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരോടും ഇബ്ലീസ് പറയുന്നത് അത്
തന്നെയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യത്വം. ആണാണിനെയും പെണ്ണിനെയും വെൽക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതുമാണ് മനുഷ്യരാശിയുടെ മോചനത്തിന്റെ മുദ്രാവാക്യമെന്ന് ഇബ്ലീസ് സദാ പഠിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനു വേണ്ടി, ഈ വൃത്തികേടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മനുഷ്യരാശിക്ക് വേണ്ടിയാണ്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മനുഷ്യത്വത്തിന് വേണ്ടിയാണ്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മോചനത്തിന് വേണ്ടിയാണ്. മതത്തിന്റെ അടിച്ചമർത്തലുകളിൽ നിന്ന്, ഈ ധർമ്മബോധത്തിന്റെ അടിച്ചമർത്തലുകളിൽ നിന്ന് ലോകത്തെ മനുഷ്യരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മനുഷ്യരോട് ഗുണകാംക്ഷ കാണുന്ന ഇന്നിന്റെ LGBTQ പ്രവർത്തകർ പറയുമ്പോ, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ രക്ഷിതാവ് നൽകിയ സ്വർഗത്തിൽ നിന്ന് അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുറത്താക്കാൻ വേണ്ടി ഇബ്ലീസ് പറഞ്ഞ അതേ വാദമാണ്, ഇബ്ലീസ് പറഞ്ഞ അതേ വർത്തമാനമാണ്. ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് മോചനം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മാലാഖമാരാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദം നബിയെ പറഞ്ഞു പറ്റിച്ച അതേ പല്ലവീത എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഇബ്ലീസ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പല രീതിയിലും പാപത്തിലും മറ്റിലുമെല്ലാം മനുഷ്യനത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മനുഷ്യനതിന് വശംവദനായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട കുട്ടികൾ പോലും, യുവാക്കൾ പോലും ഇബ്ലീസിന്റെ ആ ശബ്ദങ്ങൾക്ക്, വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരിച്ചു വരാൻ കഴിയാത്ത ദുരന്തത്തിലേക്ക്, വലിയ അപകടത്തിലേക്ക് ഈ ലോകം നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആവർത്തിയാണ് പ്രിയപ്പെട്ടവരെ ഇബ്ലീസിന്റെ ചതിയെക്കുറിച്ചും വഞ്ചനയെക്കുറിച്ചും ലോകത്തിന്റെ രക്ഷിതാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവസാനം നരകത്തിലെത്തുമ്പോ മനുഷ്യരാശിയിൽ നല്ലൊരു വിഭാഗത്തെയും കൊണ്ട് നരകത്തിലേക്ക് എത്തിപ്പെടാൻ പരിശ്രമത്തിൽ ഇബ്ലീസ് വിജയിക്കുമ്പോ, ആ നരകത്തിൽ അവൻ നടത്തുന്ന ഒരു ഖുതുബയുണ്ട്, ആ നരകത്തിൽ അവൻ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്, പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണം ലോകത്തിന്റെ രക്ഷിതാവ് സൂറത്ത് ഇബ്രാഹിമിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് ആ പ്രസംഗം? വഖാല ശൈത്താൻ, ശൈത്താൻ പറയുകയാണ്, ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോ സദുത്തരായ ജനത സ്വർഗത്തിലേക്കും താന്തോന്നികളായ ജനങ്ങൾ നരകത്തിലേക്കും വന്ന് ഇനിയൊരു മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോ ഇബ്ലീസ് അതാ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു, ആ വാഗ്ദാനം അവൻ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു. വവഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാനിതാ ആ വാഗ്ദാനം ലംഘിക്കുകയാണ്, ആ വാഗ്ദാനത്തിൽ നിന്ന് ഞാനിതാ പിന്മാറുകയാണ്, എന്റെ വാഗ്ദാനവും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അവൻ പറയുന്നൊരു വർത്തമാനമുണ്ട്. അവിടെയുള്ള നരകവാസികളെ കേൾക്കുമ്പോ ഖേദത്തിന്റെ പാരമ്യത്തിലേക്ക്, പാതാളത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്ന രീതിയിൽ ഇബ്ലീസ് പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയുമോ? വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളൊരു അധികാരവും ഉണ്ടായിരുന്നില്ല, എനിക്ക് നിങ്ങളൊരു സുൽത്താനും ഉണ്ടായിരുന്നില്ല, ഇല്ല അൻ ദഅഉതുകും, നിങ്ങൾ വിളിക്കുക എന്നതല്ലാതെ, ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഞാൻ വ്യഭിചാരത്തിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് വന്നു, ഞാൻ കള്ളുകുടിയിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ കള്ളുകുടിയിലേക്ക് വന്നു, ഞാൻ അഹങ്കാരത്തിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ അഹങ്കാരത്തിലേക്ക് വന്നു, ഞാൻ ധിക്കാരത്തിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ ധിക്കാരത്തിലേക്ക് വന്നു. ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾ വലൂമൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തുക. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി, എനിക്ക് നിങ്ങളെ മോചിപ്പിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെയും മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് അവിടെ വെച്ച് നടത്തുന്ന ഒരു പിന്മാറ്റമുണ്ട്. സഹോദരങ്ങളെ, അത് കാണുന്ന ധിക്കാരികളായ അവൻ്റെ അനുയായികൾക്കുണ്ടാകുന്ന വേദനയും പ്രയാസവും എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ രണ്ടാമത്തെ തടസ്സമായി നിൽക്കുന്നത് ശൈത്താനാണ്, ഇബ്ലീസാണ്. ആ ശത്രുവെക്കുറിച്ച് യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു പറഞ്ഞല്ലോ, കമസലി ശൈത്താൻ, പിശാചിന്റെ ഉദാഹരണം, ഇദ് ഖാലൽ ഇൻസാനു ക്ഫുർ,
അവൻ മനുഷ്യനോട് പറയും ഇക്ഫുർ ഉക്ഫുർ, നീ അവിശ്വസിക്ക, നീ ധിക്കാരിയാവ്, നീ തോന്നിയാസത്തരം ചെയ്. ഫലമ്മാ കഫർ, അങ്ങനെ അവൻ അവിശ്വസിക്കുമ്പോ, അവൻ ധിക്കാരിയാകുമ്പോ ഇബ്ലീസ് പറയുന്നു ഖാല ഇന്നി ബരീഉം മിൻക, എനിക്ക് നീയായിട്ടൊരു ബന്ധമില്ല കേട്ടോ, ഞാൻ നീയും തമ്മിലൊരു ബന്ധമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവിനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് ഇബ്ലീസ് പിന്മാറുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണഭൂമിയിലേക്ക് വലിച്ചു കൊണ്ടുപോകപ്പെട്ട മുശ്രിക്കുകൾക്കും വന്നത് ഇതേപോലത്തെ അവസ്ഥയാണ്. അവരോട് പറഞ്ഞിരുന്ന നിങ്ങൾ ആരെയും പേടിക്കണ്ട, ഫഖാല ലാ ഗാലിബ ലക്കും, നിങ്ങളെ വിജയിക്കാൻ ഇന്ന് ആരുമില്ല, നിങ്ങളെ തോൽപ്പിക്കാൻ ഇന്ന് ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ വന്നുകൊള്ളുക എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് അവരെ ആവേശം കൊള്ളിച്ച് ബദറിന്റെ ഭൂമിയിൽ കൊണ്ടുചെന്ന് നിർത്തി. അപ്പുറത്ത് ഇബ്ലീസ് മലക്കുകളുടെ പടയെ കണ്ടപ്പോ, മലക്കുകളുടെ സാന്നിധ്യം കണ്ടപ്പോ ഇബ്ലീസ് പറഞ്ഞു ഇന്നി അറാ മാ ലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, എനിക്ക് അല്ലാഹനെ പേടിയാണ്, അവന്റെ ശിക്ഷ ഭയങ്കരമാണ്, എനിക്കതിനെ പേടിയാണ് എന്ന് പറഞ്ഞ് ഇബ്ലീസ് അവിടുന്ന് തടിയെടുത്തു. ഇത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്, ശൈത്താന്റെ സ്വഭാവമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തെറ്റിലേക്ക് പോകാനുള്ള മനസ്സ്, തെറ്റിലേക്ക് പോകാനുള്ള അവസരങ്ങൾ, തെറ്റിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തരുന്നത് ശൈത്താനാണ്, അവന്റെ കബീലയാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ പെട്ടെന്ന് നാം ഓർമ്മിക്കുക, അല്ലാഹു പറയുന്നുണ്ട് ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്താനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. നിശ്ചയം സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ, അവരിലേക്ക് ഒരു വിഭാഗം ശൈത്താൻ വന്നുകൊണ്ട് അവരെ സ്പർശിക്കുമ്പോ, അവരെ വസ്വാസ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ, അവരെ വഴിതെറ്റിക്കാൻ തുടങ്ങുമ്പോ തദക്കറൂ, അവർക്കതാ ഓർമ്മ വരികയാണ്, ഇത് പിശാചിന്റെ ശബ്ദമാണല്ലോ, ഇത് ശൈത്താന്റെ ശബ്ദമാണല്ലോ, ഇത് ഇബ്ലീസിന്റെ വസ്വാസാണല്ലോ എന്ന് അവർക്ക് അത് ഓർമ്മ വരികയാണ്. ഫഇദാ ഹും മുബ്സിറൂൻ, അവർ ഉൾക്കാഴ്ചയുള്ളവരായി മാറുകയാണ്. ആ പിശാചിന്റെ ദുർബോധനത്തിൽ അവർ പെട്ടുപോകുകയില്ല, ആ പിശാചിന്റെ പ്രലോഭനത്തിലും പ്രചോദനത്തിലും അവർ പെട്ടുപോകുകയില്ല, അതിൽ നിന്ന് അവർ കൃത്യമായി ഒഴിഞ്ഞു മാറുന്നതാണെന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തെറ്റിലേക്കുള്ള വഴികൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു തരപ്പെടുമ്പോ, ആ അവസരങ്ങളിൽ നമ്മുടെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ഇബ്ലീസിന്റെ ശബ്ദത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഇബ്ലീസിന്റെ വിളിയെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തിനാണ് പടച്ചറപ്പ് ഇത്ര വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നതെന്നറിയുമോ? അപകടമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോ നമ്മുടെ ഉമ്മ നമ്മോട് പറയുന്നത് പോലെ, നമ്മുടെ വാപ്പ നമ്മോട് പറയുന്നത് പോലെ, മോനെ നീ വനപ്രദേശത്ത് കൂടിയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്, ജന്തുക്കൾ ഉണ്ടാകും, ഹിംസ്ര ജന്തുക്കൾ ഉണ്ടാകും, അവിടെ ക്രൂരന്മാരായ ജന്തുക്കൾ ഉണ്ടാകും, അവയുടെ ആക്രമണങ്ങളിൽ നിന്ന് നീ നിന്റെ സ്വന്തത്തെ സംരക്ഷിക്കണേ എന്ന് ഇത്രത്തോളം ഗുണകാംക്ഷയോടെയാണോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുക? അതിനേക്കാൾ ഗുണകാംക്ഷയോടെയാണ് ലോകത്തിന്റെ രക്ഷിതാവ് നമ്മോട് പറയുന്നത്. ദുനിയാവിൽ നിങ്ങളെ ഇബ്ലീസ് കാത്തിരിക്കുന്നുണ്ട്, ശൈത്താന്മാരുടെ പട നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരേക്ക് വശംവദരാകാതെ, അവരുടെ ചതിയിൽ പെട്ടുപോകാതെ എന്റെ സ്വർഗത്തിലേക്ക് വരാനുള്ള പരിശ്രമം നിങ്ങൾ നടത്തണേ എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമുക്ക് ഉപദേശിച്ചു തരികയാണ്. അതോടൊപ്പം ശൈത്താന്മാരോട് അല്ലാഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്താണ്? ഇന്ന ഇബാദീ ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാബീൻ. നിശ്ചയം എൻ്റെ അടിമകളിൽ നിനക്കൊരു അധികാരവുമില്ല, നിനക്കൊരു സ്വാധീനവുമില്ല. ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാബീൻ, അക്രമകാരികളായ രീതിയിൽ നിന്നെ പിൻപറ്റിയവരിലല്ലാതെ, നിന്നെ തേടി വന്നവരിലല്ലാതെ നിനക്കൊരു സ്വാധീനവുമില്ല എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് മുറിച്ചു പറഞ്ഞ സംഗതിയാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള, ശിർക്ക് കഴിഞ്ഞാലുള്ള മനുഷ്യന്റെ തടസ്സം എന്ന് പറയുന്നത് പിശാചിന്റെ ഇടപെടലാണ്, ശൈത്താന്റെ ഇടപെടലാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ തേടേണ്ടതുണ്ട്. ആ പിശാചിന്റെ ദുർബോധനത്തെ കുറിച്ച് നാം ബോധവാന്മാരും ബോധവതികളുമാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി സ്വർഗത്തിൽ നമ്മെ തടയുന്നത് എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ജീവിതമാണുള്ളത്. ഒന്നാമത്തേത് ഏതാണ്? ഹയാത്തു ഷഹവാത്താണ്. രണ്ടാമത്തേത് ഹയാത്തു തഖ്വയാണ്.
നമ്മുടെ ഷഹവത്താണ് സ്വർഗ്ഗത്തിൽ നമ്മെ തടയുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. സ്വർഗ്ഗം ചുറ്റപ്പെട്ടിരിക്കുന്നത് വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ്, ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ്. വെറുക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. നിസ്കാരം കൊണ്ടാണ്, നോമ്പ് കൊണ്ടാണ്, ദുആ കൊണ്ടാണ്, അദ്കാറുകൾ കൊണ്ടാണ്, ദാനധർമ്മങ്ങൾ കൊണ്ടാണ്, ജിഹാദ് കൊണ്ടാണ്, ക്ഷമ കൊണ്ടാണ്, ദഅവത്ത് കൊണ്ടാണ്, ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് സ്വർഗ്ഗം ചുറ്റപ്പെട്ടിരിക്കുന്നത്. അത് ഈ ദുനിയാവിൽ വെച്ച് ആസ്വദിക്കാൻ കഴിയുന്ന സംഗതികളല്ല. സ്വർഗ്ഗത്തിലേക്ക് എത്തണമെങ്കിൽ അതിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടതെന്നാൽ നരകം ചുറ്റപ്പെട്ടിരിക്കുന്നത് ആകട്ടെ കള്ള് കൊണ്ടാണ്, വ്യഭിചാരം കൊണ്ടാണ്, തോന്നിവാസത്തരം കൊണ്ടാണ്, കളവ് കൊണ്ടാണ്, ചതി കൊണ്ടാണ്, വഞ്ചന കൊണ്ടാണ്, കുതികാല വെപ്പ് കൊണ്ടാണ്, പൂഴ്ത്തിവെപ്പ് കൊണ്ടാണ്, കളവ് പറച്ചിൽ കൊണ്ടാണ്, വഞ്ചന കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നരകം ചുറ്റപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ, ഷഹവാത്തുകളുടെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ പ്രിയപ്പെട്ടവരെ ആ സഞ്ചാരം എത്തിച്ചേരുക നരകത്തിലേക്ക് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ ചില ഷഹവാത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഷഹവാത്തുകൾ 3 രീതിയിലുള്ള ഷഹവാത്തുകളാണ്. ഈ ഷഹവാത്തുകളുടെ പ്രത്യേകത, ഈ ഷഹവാത്തുകളെല്ലാം ഒരു തരത്തിൽ അനുവദിക്കപ്പെട്ടവയാണ്. ഈ ആയത്തിൽ പറഞ്ഞ ഷഹവാത്തുകൾ ഉണ്ടല്ലോ, ഒരു തരത്തിൽ അനുവദിക്കപ്പെട്ടതാണ്. അല്ലാഹു പറയുകയാണ്, സുയില ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ذلك متاع الحياة الدنيا والله عنده حسن المآب. زين للناس ജനങ്ങൾക്ക് സൗന്ദര്യം ആയി, ജനങ്ങൾക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ്? ഹുബ്ബുശ് ശഹവാത്ത്, ഷഹവാത്തുകളോടുള്ള ഇഷ്ടം. എന്നിട്ട് എന്തൊക്കെയാണ് ഷഹവാത്തുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കാൻ ഒന്നാമതായി പടച്ചോൻ എണ്ണി പറഞ്ഞെന്തറിയോ? മിനൻ നിസാ, സ്ത്രീകളാണ്. ഷഹവാത്തുകളുടെ കൂട്ടത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുമാണ്. അവിടെ നിസാ എന്ന ഉദ്ദേശം ലൈംഗികതയാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികതയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലൈംഗികത ഹറാമാണോ? അല്ല. ലൈംഗികത ഹലാലാണോ? അല്ല. ഒരു തരത്തിൽ നോക്കിയാൽ ഹലാലുമല്ല, ഒരു തരത്തിൽ നോക്കിയാൽ ഇങ്ങനെ പറയാൻ സാധിക്കും ലൈംഗികതയെ കുറിച്ച്. ചില മേഖലകളിൽ അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ, കൽപ്പിച്ചതുപോലെ ചെയ്താൽ അത് ഹലാലാണ്. നേരെ മറിച്ച് അതല്ലാത്ത രൂപത്തിലാണെങ്കിൽ അത് ഹറാമാണ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ തിന്മയെ തേടിപ്പോകുന്നവനാണ്. അതുപോലെ തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന മനുഷ്യൻ തിന്മയെ തേടിപ്പോകുന്നവനാണ്. ഹറാമായ സമ്പാദ്യം നേടിയെടുക്കാൻ പോകുന്നവൻ തിന്മയെ തേടിപ്പോകുന്നവനാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വികാരം അവൻ്റെ ഉള്ളിലുള്ളതാണ്. അവൻ്റെയും അവളുടെയും ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതാണ്. അത് മുസ്ലിമിനുണ്ടാവും, കാഫിറിനുണ്ടാവും, ഫാസിഖിനും ഉണ്ടാവും, മുഅ്മിനും ഉണ്ടാവും. അതിന് മാറ്റമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അതണ്ണിയത്. ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വലിയ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വർഗത്തിൽ നിന്ന് തടയുന്ന ഒന്നാമത്തെ സംഗതിയാണിത്. കള്ളു കുടിക്കാതിരിക്കാൻ ഒരു പക്ഷേ ഒരു മനുഷ്യന് സാധിച്ചേക്കാം, വഞ്ചിക്കാതിരിക്കാൻ ഒരു പക്ഷേ ഒരു മുഅ്മിന് സാധിച്ചേക്കാം, ചതിയിലൂടെ സമ്പാദിക്കാതിരിക്കാൻ ഒരു മുഅ്മിന് സാധിച്ചേക്കാം. എന്നാൽ ജീവിതത്തിൽ സദാസമയവും തൻ്റെ ഉള്ളിലുള്ള ആ ലൈംഗികത, ആ ഹോർമോണുകൾ, ആ ചിന്തകൾ, ആ ആശകൾ കടിഞ്ഞാണിടാൻ എത്ര ആളുകൾക്ക് ഫലവത്തായി കഴിയും പ്രിയപ്പെട്ടവരെ? പ്രത്യേകിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 20ാം 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ സ്വതന്ത്ര ലൈംഗികത എന്ന് പറയുന്നത് സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. പൊതുബോധം അതിനെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ബീച്ചിലും മാളുകളിലുമെല്ലാം ഏതെങ്കിലും ആണും പെണ്ണും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടാൽ പൊതുബോധം അതിനെതിരായിരുന്നു. പ്രായമുള്ള ആളുകൾ അതിനെ എതിർക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എതിർക്കാൻ ആരും തയ്യാറല്ല. കാരണം ഈ സമൂഹത്തിന്റെ പൊതുബോധം അതിനെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. സാഹചര്യങ്ങൾ തുറന്നു കൊടുക്കപ്പെടുന്നു. ഒരാണിനും പെണ്ണിനും, അന്യ പുരുഷനും സ്ത്രീക്കും പരസ്പരം ബന്ധപ്പെടാൻ, പരസ്പരം സംസാരിക്കാൻ, കോണ്ടാക്ട് ചെയ്യാൻ ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയകളിലൂടെ, അതുപോലെ ഡിവൈസുകളിലൂടെ എല്ലാ തരത്തിലും സാഹചര്യങ്ങൾ തുറക്കപ്പെടുന്നു. ഇതിലൊന്നും പെടാത്ത ആളുകൾ, വ്യഭിചാരത്തെ അങ്ങോട്ട് പോയി സമീപിക്കാത്ത
ആളുകളെ ഇങ്ങോട്ട് വന്ന് ക്ഷണിക്കാനുള്ള സംവിധാനങ്ങളും ഇന്ന് സുലഭമാണ് എന്നർത്ഥം. നല്ല രീതിയിൽ ജീവിക്കുന്ന വീട്ടമ്മമാർ, നല്ല രീതിയിൽ ജീവിക്കുന്ന ഗൃഹനാഥന്മാർ, അവർക്ക് ഒരു ഇൻവിറ്റേഷൻ വരികയാണ്. എന്താണ് ഇൻവിറ്റേഷൻ? വർഷങ്ങൾക്ക് മുമ്പ് 10, 20, 25 വർഷങ്ങൾക്ക് മുമ്പ് പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച അല്ലെങ്കിൽ SSLCക്ക് ഒരുമിച്ച് പഠിച്ച കുട്ടികളെല്ലാം ഒത്തുകൂടി ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ആ ഗെറ്റ് ടുഗദറിന് നീയും എത്തണമെന്നൊരു ഇൻവിറ്റേഷൻ അവൻ്റെ ഫോണിലേക്ക് വരികയാണ്, അവളുടെ ഫോണിലേക്ക് വരികയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ തൻ്റെ ഭർത്താവിനെ അല്ലാതെ ചിന്തിച്ചിട്ടില്ലാത്ത, തൻ്റെ ഭാര്യയെക്കുറിച്ചല്ലാതെ ചിന്തിച്ചിട്ടില്ലാത്ത അത്തരമൊരു ഹറാമുകളിലേക്ക് പോകാൻ ഒരു സാഹചര്യവും സാധ്യതയും ഇല്ലാതിരുന്ന ആണും പെണ്ണും ഇത്തരം ഗെറ്റ് ടുഗദറിൽ പോയി പണ്ട് ഏതോ കാലത്ത് കുഴിച്ചു മൂടി കബറടക്കി അസ്ഥി പോലും ബാക്കിയില്ലാത്ത തരത്തിലുള്ള പല വൈകാരികതകളും പല പ്രണയബന്ധങ്ങളും തുറന്നിട്ട് പുറത്തെടുത്ത് അതിനെ കുപ്പായം ധരിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 50, 40, 60 വയസ്സുള്ള ഉമ്മുമ്മമാരും ഉപ്പുപ്പമാരും പ്രണയിനികളും പ്രണയിതാക്കളുമായി മാറുന്ന കാമുകന്മാരായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരാം വണ്ണം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിലേക്ക് പോലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ എത്തി നോക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തെ ശഹവത്തിന്റെ ഒന്നാമത്തെ പട്ടികയിൽ എണ്ണിയിട്ടുള്ളത്. ഒന്നാമതായി മിനൻ നിസ. പിന്നെ പറഞ്ഞെന്താണ്? വൽ ബനീൻ, സന്താനങ്ങളാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ കോംപ്രമൈസിന് തയ്യാറാകുന്ന, അവൻ ഏറ്റവും കൂടുതൽ ദീനിന്റെ കാര്യമൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കോംപ്രമൈസിന് തയ്യാറാകുന്ന തൻ്റെ മക്കൾ, ജീവിതത്തിൽ അള്ളാഹുവിന് നിരക്കാത്ത ഒന്നും ചെയ്യാത്തവർ, പ്രിയപ്പെട്ടവരെ, പരീക്ഷയ്ക്ക് തലേന്ന് കഷ്ടപ്പെട്ടിരുന്ന് പ്രയാസപ്പെട്ട് പഠിച്ച മക്കളെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹു നിർബന്ധമാക്കിയ സുബ്ഹ് നമസ്കാരത്തിന് വിളിച്ചുണർത്താൻ അയാളുടെ മനസ്സിന് മടിയാണ്, പ്രയാസാണ്. എന്താണ് കാരണം? അള്ളാഹുവിനോടുള്ള കടമയേക്കാൾ മക്കളോടുള്ള സ്നേഹം കനം തൂങ്ങുന്നത് കൊണ്ടാണ്, ഭാരം തൂങ്ങുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരുന്നത്. പലപ്പോഴും കോംപ്രമൈസുകൾ ദീനിന്റെ വിഷയത്തിൽ ഉണ്ടാകുന്നത് മക്കളുടെ വിഷയത്തിലാണ്. വൽ ബനീൻ. പിന്നീട് അല്ലാഹു പറയുന്നത് മുഴുവൻ സമ്പാദ്യത്തെ കുറിച്ചാണ്. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർത്ത് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പാദിക്കാൻ കഴിയുന്ന, നേടിയെടുക്കാൻ കഴിയുന്ന സമ്പത്തിന്റെ വിവിധ മുഖങ്ങളെ കുറിച്ച് കൃത്യമായി വിശദീകരിച്ച് അല്ലാഹു അതിന്റെ അവസാനം പറയുന്നത് അറിയോ? ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. ഇതെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമല്ലേ? ഇതെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമല്ലേ? വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹുവിന്റെ അടുത്താണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്, ഏറ്റവും നല്ല വിഭവമുള്ളത് എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അല്ലാഹു നമ്മോട് ചോദിക്കുന്നു, ഖുൽ അഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ബിഖൈരിൻ മിൻ ദാലികും, നിങ്ങൾ ഈ പറഞ്ഞ ഈ വിശദീകരിച്ച പെണ്ണിനേക്കാൾ, ഈ വിശദീകരിക്കപ്പെട്ട ലൈംഗികതയേക്കാൾ, മക്കളേക്കാൾ, സമ്പത്തിനേക്കാൾ എല്ലാം വിശാലമായ, അതിനേക്കാളെല്ലാം ദറജ കൂടിയ ഒരു സംഗതിയെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം. ലില്ലദീന തഖൗ, എല്ലാവർക്കും ഉള്ളതല്ല. ആരാണോ സൂക്ഷ്മത പാലിക്കുന്നത്, ആരാണോ ഹയാത്തു തഖ്വ നയിക്കുന്നത്, ആരാണോ ഹയാത്തു ശഹവാത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ആരാണോ ലോകത്തിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് ഭയപ്പെടുകയും ഹവകളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് സ്വന്തം ശരീരത്തെ തടയുകയും ചെയ്യുന്നത് അവർക്ക് വേണ്ടിയുള്ളതാണിത്. എന്താണ് അല്ലാഹു പറയുന്നു? ഇല്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹറത്തുൻ വറിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അല്ലാഹു പറയുകയാണ്, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന, നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകാത്ത പരിശുദ്ധകളായ ഇണകൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്വർഗം. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റൊന്നെന്താണ്? വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. അല്ലാഹുവിന്റെ പ്രീതിയും തൃപ്തിയും നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ അടിമയെ കുറിച്ച് അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്, കൃത്യമായി അറിയുന്നവനാണ്. പ്രിയപ്പെട്ടവരുടെ റബ്ബ് പറഞ്ഞത് എന്താണ്? ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെക്കാളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ഉത്തമമായ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? തഖ്വയുള്ള ആളുകൾക്ക് ഈ
ആയത്തിന്റെ അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താണെന്നറിയുമോ? എങ്ങനെയാണ് തഖ്വയുള്ള ആളുകളായി മാറാൻ സാധിക്കുക എന്നതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് തഖ്വയുള്ളവനായി മാറാൻ കഴിയുക എന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ രക്ഷിതാവ് തഖ്വയുള്ള ആളുകളുടെ ഗുണങ്ങളതാ എണ്ണി പറയുകയാണ്. 8 ഗുണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നാം പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങളുടെ 8 കാര്യങ്ങളുടെ ലിസ്റ്റാണ്, 8 കാര്യങ്ങളുടെ പട്ടികയാണ് പടച്ച റബ്ബ് ഈ 3 ആയത്തുകളിലൂടെ നമുക്ക് 2 ആയത്തുകളിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് അത് റബ്ബ് വിശദീകരിക്കുന്നത്. അല്ലദീന യഖൂലൂന, അവർ പറയുന്നവരാണ്, അവരതാ പറയുകയാണ്. എന്താണ് അവർ പറയുന്നത്? തഖ്വയുള്ള ആളുകൾ പറയുന്നതാണ്. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മനുഷ്യർ പറയുന്നതാണ്. എന്താണ് അവർ പറയുക? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ ആമന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്, നിശ്ചയം ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്. ഒന്നാമതായി വേണ്ടത് ഈമാനാണ് പ്രിയപ്പെട്ടവരെ. കളങ്കമില്ലാത്ത വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്. സ്വർഗത്തെ കുറിച്ച് പരിഹാസം കേൾക്കുമ്പോ വിശ്വാസത്തിൽ മങ്ങലുണ്ടാകരുത്. നരകത്തെ കുറിച്ചുള്ള പരിഹാസം കേൾക്കുമ്പോ വിശ്വാസത്തിന് മങ്ങലുണ്ടാവരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള പരിഹാസം കേൾക്കുമ്പോ വിശ്വാസത്തിന്റെ വിഷയത്തിൽ മങ്ങലുണ്ടാവരുത്. ആ വിശ്വാസം രൂഢമൂലമാകേണ്ടതുണ്ട്. ആഖിറത്തിൽ, പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അവരെന്നാണ് അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഈമാനിന്റെ വിഷയമാണ് ഒന്നാമത്. ആമന്നാ, അല്ലാഹുവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്. ഇന്നനാ ആമന്നാ. രണ്ടാമതായി അവർക്ക് പറയാനുള്ളത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണേ റബ്ബേ എന്ന് അവർ പറയുന്നതാണ്. ആ പാപമോചനത്തിന്റെ തേട്ടമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കേവലം നാവ് കൊണ്ടുള്ളത് മാത്രമല്ല. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു പെണ്ണതാ ഓടി വരികയാണ്. നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്. ആ പെണ്ണ് വന്നിട്ട് പ്രവാചകനോട് പറയുന്നത് എന്താണ്? യാ റസൂലല്ലാഹ്, മായിസിന്റെ കൂടെ വ്യഭിചരിച്ചത് ഞാനാണ്, മായിസിന്റെ കൂടെ വ്യഭിചരിച്ചു പോയത് ഞാനാണ് റസൂലേ. അതുകൊണ്ട് മായിസിന്റെ ശിക്ഷ നടപ്പാക്കിയതുപോലെ എന്റെ ശിക്ഷയും നടപ്പാക്കണം നബിയേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിൽ വന്നു നിന്നുകൊണ്ട് പശ്ചാത്താപ വിവശയായി ആ ഹാമിദി ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് വന്നുകൊണ്ട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ തിരിച്ചു പോകണം. കാരണം നിന്റെ വയറ്റിൽ ഒരു പക്ഷെ ഒരു കുട്ടി വളരുന്നുണ്ടാകാം. ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് മരിക്കാൻ അർഹതയില്ല, അതിന് മരിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് നീ തിരിച്ചു പോകുക. എന്നിട്ട് ആ കുട്ടിയെ പ്രസവിച്ച് തിരിച്ചു വരിക. ഒരു പെണ്ണ് പ്രസവിക്കാൻ മാസങ്ങൾ വേണമെന്നറിയാത്തവരായി ആരാണത് പ്രിയപ്പെട്ടവരെ? മാസങ്ങൾക്ക് ശേഷം ആ ചോരപ്പൈതലുമായി ആ പെണ്ണര വീണ്ടും പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. എന്നിട്ട് തന്റെ കുഞ്ഞിനെ കാണിച്ചിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കുട്ടി ഇതാണ്, എന്റെ പൈതൽ ഇതാണ്, ഞാനിതിന് ജന്മം നൽകിയിരിക്കുന്നു. ഇനി എന്നെ ശുദ്ധീകരിക്കാനുള്ള സമയമാണ്, ഇനി എന്റെ ഹദ് നടപ്പാക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പറയുകയാണ്, സമയമായിട്ടില്ല. നിന്റെ ജന്യമല്ലാതെ, നീ നൽകുന്ന പാലല്ലാതെ ആ കുട്ടിക്ക് ഇപ്പൊ മറ്റൊന്നും കുടിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നീ തിരിച്ചു പോകുക. എന്നിട്ട് ആ കുട്ടി നിന്റെ പാലല്ലാത്ത വല്ലതും കുടിക്കാൻ തുടങ്ങുന്ന സമയം വീണ്ടും നീ വരിക എന്ന് പ്രവാചകൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പെണ്ണ് തിരിച്ചു പോകുകയാണ്. അടുത്ത വട്ടം ആ പെണ്ണ് വരുന്നത് എങ്ങനെയാണെന്നറിയുമോ? പാൽപ്പല്ല് മുളച്ച തന്റെ കുട്ടിയെ, ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണവും കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ആ പെണ്ണ് വരുന്നത്. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, ത്വഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ശുദ്ധീകരിക്കണേ, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ശുദ്ധിയാക്കണേ. എന്റെ കുട്ടി ഇതാ റൊട്ടി കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദിവസങ്ങൾ കൊണ്ട് അസ്തമിച്ചു പോകാത്ത, ആഴ്ചകൾ കൊണ്ടും അസ്തമിച്ചു പോകാത്ത, മാസങ്ങൾ കൊണ്ട് അസ്തമിച്ചു പോകാത്ത, വർഷങ്ങൾ കൊണ്ട് അസ്തമിച്ചു പോകാത്ത, ജീവിതത്തിന്റെ ഒരു ചപല നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ വർഷങ്ങളോളം ഒരു നീറ്റിലായി മനസ്സിൽ കൊണ്ടുനടന്ന ആ പെണ്ണുണ്ടല്ലോ, മദീനയിൽ മരണപ്പെട്ടു പോയ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിന്ന് ദീന് പഠിച്ച ആ സ്വഹാബ വനിതയുണ്ടല്ലോ, ആ സ്വഹാബ വനിതയാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ പശ്ചാത്താപത്തിന്റെ പ്രതീകം, തൗബയുടെ പ്രതീകം എന്ന് പറയുന്നത് ആ പെണ്ണാണ്. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ ചെയ്ത തെറ്റുകൾ ജീവിതത്തിന്റെ അവസാനം വരെ ആലോചനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ജീവിതത്തിന്റെ അവസാനം വരെ
ആ ചെയ്ത തെറ്റുകളെ കുറിച്ച് വേദനയും മനോവധയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരാണ് യഥാർത്ഥ തഖ്വയുള്ളവർ. അവർ പറയുന്നതാണ് ഞങ്ങളുടെ തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, മാപ്പ് നൽകണേ അല്ലാഹ്. എന്നിട്ട് അവർ മൂന്നാമതായി പറയുന്നത് എന്താണ്, ചേടുന്നത് എന്താണ്, വഖിനാ അദാബന്നാർ, നിങ്ങളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുകയും ചെയ്യണേ റബ്ബേ എന്നാണ്. നരകത്തെ കുറിച്ച് ഭയമുള്ളവരാണവർ, നരകത്തെ കുറിച്ച് പേടിയുള്ളവരാണവർ. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ നാടും വീടും നാട്ടുകാരും മുഴുവനും കിടന്നുറങ്ങുമ്പോ ആരെയും കാണിക്കാനല്ല, ആരുടെയും അംഗീകാരം കിട്ടാനല്ല, ഒറ്റക്ക് തന്റെ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണവർ. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ, ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നവരാണ്. അതിന്റെ കാരണം നരകത്തിലെ രോദനങ്ങൾ അവരുടെ ചെവിയിലടിക്കുന്നുണ്ട്, നരകത്തിന്റെ കാഴ്ചകൾ അവർ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിൽ വിശദീകരിച്ച നരകത്തെ കുറിച്ചുള്ള വചനത്തിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ട്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. ഓരോ കൂട്ടങ്ങളും ഓരോ വിഭാഗങ്ങളും ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ നരകാഗ്നിയിൽ നിന്ന് ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുന്നതാണ്. ശബ്ദം കൊണ്ട് തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. പൊട്ടിത്തെറിക്കാറാവുന്ന രീതിയിൽ ആ നരകമത തിളച്ചു മറിയുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നരകത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിൽ ലോകത്തിന്റെ രക്ഷിതാവ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ആ നരകത്തിലേക്ക് പോകേണ്ടതില്ല, ആ നരകത്തെ കാണുന്നത് തന്നെ അദാബാണ്, ആ നരകത്തെ കാണുന്നത് തന്നെ ശിക്ഷയാണ്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه كلا إنها لظى نزاعة للشوى. കുറ്റവാളികളാ നരകത്തെ കാണുമ്പോ അവരാഗ്രഹിച്ചു പോകുകയാണ്, എന്റെ മകനെ പകരം തരാം, ഭാര്യയെ പകരം തരാം, സഹോദരനെ പകരം തരാം, ഭൂമിയിലുള്ള മുഴുവനും ആളുകളെയും പകരം തരാം. എന്നിട്ട് ഞാൻ മാത്രം ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓരോ കുറ്റവാളിയും അറിയാതെ ആഗ്രഹിച്ചു പോകുകയാണ്. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ വൈലു യൗമഇദിൽ മുകദ്ദിബീൻ. വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള, വലിയ മണിസൗധങ്ങൾ പോലെയുള്ള, ഒട്ടക കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ വളരെ വിദൂരത്ത് നിന്ന് തന്നെ ആ നരകാഗ്നിയിൽ നിന്ന് ഉയരുന്നതായി അവർക്ക് കാണാൻ സാധിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ നരകം കാണുന്നത് തന്നെ അദാബാണ്. ആ നരകം കാണുമ്പോൾ മാത്രമേ ചില ആളുകൾ ആ നരകത്തെ കുറിച്ച് തിരിച്ചറിയുകയുള്ളൂ. എന്നാൽ തഖ്വയുള്ള മനുഷ്യരാകട്ടെ ഹശ്റിന്റെ മൈതാനിയിൽ ദൂരെ നിന്ന് നരകം കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ചയെ കുറിച്ച് ദുനിയാവിൽ വെച്ച് തന്നെ ബോധമുള്ളവരാണ്, ദുനിയാവിൽ വെച്ച് തന്നെ ചിന്തയുള്ളവരാണ്. അതുകൊണ്ട് അവരതാ അടിക്കടി അവരുടെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കെന്താണെന്നറിയുമോ? വഖിനാ അദാബന്നാർ, നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റബ്ബേ. 3 ഗുണങ്ങളാണ് പ്രിയപ്പെട്ടവരെ വിശദീകരിച്ചത്. അവരുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്ന 3 ഗുണങ്ങൾ. ഒന്നാമത്തത്, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ. മൂന്നാമത്തത്, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണേ എന്ന 3 ഗുണങ്ങളാണ്. അടുത്ത ആയത്തിൽ പ്രിയപ്പെട്ടവരെ ബാക്കി വരുന്ന 5ഓളം ഗുണങ്ങളതാ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ, സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ഗുണഗണങ്ങളായി റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. 4ാമത്തേത് എന്താണ്? അല്ലാഹു പറയുന്നു അസ്സാബിരീൻ, അവർ ക്ഷമാലുക്കളാണ്, അവർ സഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, 3 രീതിയിലാണ് ക്ഷമയെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ക്ഷമ എന്താണ്? അസ്സബ്റു ഇൻദ ത്വാഅ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിനുള്ള ക്ഷമയാണ്. രണ്ടാമത്തേത് എന്താണ്? അസ്സബ്റു ഫീ തർക്കിൽ മആസിയ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ
ക്ഷമയാണ്. മൂന്നാമത്തെ ക്ഷമ ഏതാണ്? അസ്സബ്റു ഇൻദൽ ബലാ, പരീക്ഷണത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന ക്ഷമയാണ്. ഈ 3 ക്ഷമകളിൽ ഏറ്റവും നല്ല ക്ഷമ ഏതാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഏറ്റവും ഉന്നതമായ ക്ഷമ ഏതാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ത്വാഅത്തിന് വേണ്ടി, റബ്ബിനോടുള്ള അനുസരണയ്ക്ക് വേണ്ടി നാം സ്വീകരിച്ച ക്ഷമയാണ്. ഏതാണ് ആ ക്ഷമ? നിസ്കരിക്കാൻ നിൽക്കണമെങ്കിൽ ഒരാൾക്ക് ക്ഷമയുണ്ടാകേണ്ടതുണ്ട്. മനസ്സാന്നിധ്യത്തോടെ നിൽക്കേണ്ടതുണ്ടെങ്കിൽ ഒരാൾക്ക് ക്ഷമയുണ്ടാകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അധികാരികൾ മനസ്സാന്നിധ്യത്തോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ക്ഷമയുണ്ടാകേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ക്ഷമയുണ്ടാകേണ്ടതുണ്ട്. നോമ്പെടുക്കണമെന്നുണ്ടെങ്കിൽ ആ നോമ്പിന്റെ അവസരത്തിൽ വിശപ്പും ദാഹവും ഉണ്ടാകുമ്പോൾ ആ വിശപ്പിനെയും ദാഹത്തെയും മറികടന്ന് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കണമെങ്കിൽ ഒരാൾക്ക് ക്ഷമയുണ്ടാകേണ്ടതുണ്ട്. ഈ റമദാൻ മാസം അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ റമദാൻ മാസത്തിന്റെ 1 മാസക്കാലം ആ ക്ഷമയാണ് നാം അവലംബിച്ചത് പ്രിയപ്പെട്ടവരെ. അതാണ് ഏറ്റവും ഉത്തമമായ ക്ഷമയെന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ ക്ഷമ. കാരണം അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. നിസ്കരിക്കാൻ നാം പോയത് കൊണ്ടാണ് അവിടെ നമുക്ക് ക്ഷമിക്കേണ്ടി വരുന്നത്. നോമ്പ് നാം എടുത്തത് കൊണ്ടാണ് അവിടെ നമുക്ക് ക്ഷമിക്കേണ്ടി വരുന്നത്. ഖുർആൻ നാം എടുത്തത് കൊണ്ടാണ് അവിടെ നമുക്ക് ക്ഷമിക്കേണ്ടി വരുന്നത്. അതിന്റെ അപ്പുറത്തുള്ള 2 ക്ഷമകളും നാം തിരഞ്ഞെടുക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. തെറ്റിന്റെ സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി വരുന്നതാണ്, അപ്രതീക്ഷിതമായി വരുന്നതാണ്. അവിടെ നാം ക്ഷമിക്കാൻ നിർബന്ധിതരാണ്. ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബലാഇന്റെ വിഷയത്തിലുള്ള ക്ഷമ അതൊരിക്കലും നാം തിരഞ്ഞെടുക്കുന്നതല്ല. രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ക്ഷമിക്കുക എന്നല്ല, സഹിക്കുക എന്നാണ് പറയുക. സഹിക്കാൻ നാം ബാധ്യസ്ഥരാണ്, സഹിക്കാൻ നാം നിർബന്ധിതരാണ്. അതുകൊണ്ട് ക്ഷമയുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉത്കൃഷ്ടമായ ക്ഷമയായി ആലിമീകൾ പഠിപ്പിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ, ഇബാദത്തിന്റെ വിഷയത്തിൽ നാം എടുക്കുന്ന ക്ഷമയാണ്. അതുകൊണ്ട് ക്ഷമയോടെ ഇബാദത്ത് ചെയ്യുക. 5 വക്ത് ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാനുള്ള ക്ഷമയുണ്ടാവുക. സമ്പാദ്യത്തിൽ നിന്ന് നൽകാനുള്ള ക്ഷമയുണ്ടാവുക. അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യാനുള്ള, ഖുർആൻ പഠിക്കാനുള്ള, ഖുർആൻ ഓതാനുള്ള ക്ഷമയുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പോലും ക്ഷമയാണ്, ഇബാദത്തിലുള്ള ക്ഷമയാണ്. ഇതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാം. എന്തെല്ലാം നേരമ്പോക്കുകളാണ്, എന്തെല്ലാം എന്റർടൈൻമെന്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വേണമെങ്കിൽ വീട്ടിന്റെ സോഫാ സെറ്റിൽ പോയിരുന്നു കൊണ്ട് റീൽസുകളിൽ നിന്ന് റീൽസുകളിലേക്ക് നിങ്ങൾക്കിങ്ങനെ അഭിരമിക്കാം. മണിക്കൂറുകൾ പോകുന്നത് അറിയില്ല. സിനിമ കാണാം, മ്യൂസിക്കുകൾ കേൾക്കാം, മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടാം. അതെല്ലാം വേണ്ടാന്ന് വെച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് കേൾക്കാൻ, റബ്ബിനെ കുറിച്ച് കേൾക്കാൻ നിങ്ങൾ ഈ വന്നിരിക്കുന്നതുണ്ടല്ലോ, അതും ക്ഷമയാണ്, സഹനമാണ്, ഏറ്റവും ഉത്കൃഷ്ടമായ ക്ഷമയാണ്. അതുകൊണ്ട് ഈ 3 ക്ഷമകളും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ, അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നതിലുള്ള ക്ഷമ, അതുപോലെ തന്നെ ബലാഇന്റെ വിഷയത്തിലുള്ള ക്ഷമ, ഈ 3 ക്ഷമയും ഉള്ളവരാണ് തഖ്വയുള്ള ആളുകളെന്ന് 4ാമത്തെ അടയാളമായി ലോകത്തിന്റെ രക്ഷിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. 5ാമതായി അല്ലാഹു പറയുകയാണ്, വസ്സാദിഖീൻ, അവർ സത്യസന്ധരാണ്. ഏതേത് വിഷയത്തിലും അവർ സത്യസന്ധരാണ്. ഇന്നലകളിലെ മഹാരഥന്മാരായ ആളുകൾ, പൂർണ്ണചന്ദ്രനെ പോലെ സമൂഹത്തിനും ലോകത്തിനും വെള്ളി വെളിച്ചം കാണിച്ചു കൊടുത്ത മഹാരഥന്മാരായ ആളുകൾ, ആ ആളുകളുടെ ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കൾ നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? സത്യസന്ധമായ ജീവിതമാണ്. ഹറാമ് കലരാത്ത ഭക്ഷണമാണ്. ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള ഭക്ഷണം പോലും മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലെ, മഹാനായ ഇമാം ബുഖാരിയെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകൾക്ക് അവരുടെ മാതാപിതാക്കൾ നൽകിയിട്ടില്ല. സത്യസന്ധതയുള്ള മാതാപിതാക്കൾക്ക് സത്യസന്ധതയുള്ള മക്കൾ ഉണ്ടാവുകയുള്ളൂ. സത്യസന്ധതയുള്ള മക്കൾക്ക് മാത്രമേ സത്യസന്ധതയുള്ള പ്രബോധകരായി മാറാൻ സാധിക്കുകയുള്ളൂ. സത്യസന്ധതയുള്ള പ്രബോധകർക്ക് മാത്രമേ സത്യസന്ധതയുള്ള ഒരു ഉമ്മത്തിനെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. സത്യസന്ധതയുള്ള ഒരു ഉമ്മത്തിന് മാത്രമേ ലോകത്തിന് വിമോചനത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വസ്സാദിഖീൻ, 5ാമതായി അള്ളാഹു പറഞ്ഞത് സിദ്ഖുള്ളവരാണ്, സത്യസന്ധതയുള്ളവരാണ്. 6ാമതായി അള്ളാഹു പറഞ്ഞത് വൽ ഖാനിതീൻ, അവർ തഖ്വയുള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കച്ചവടത്തിന്റെ കണക്ക്
കണക്ക് കൂട്ടുന്നവരല്ല. അവർ നമസ്കാരം കണ്ടാൽ അറിയാം എത്രമാത്രം ഭക്തിയോടുകൂടിയാണ് അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിലും അവർ മുന്നിലായിരിക്കും. നിസ്കാരത്തിന്റെ വിഷയത്തിലാകട്ടെ, ദാനധർമ്മത്തിന്റെ വിഷയത്തിലാകട്ടെ, പ്രബോധനത്തിന്റെ വിഷയത്തിലാകട്ടെ, അള്ളാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തിക്കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിലാകട്ടെ, ആ വിഷയത്തിലെല്ലാം അവർ ഭക്തരായിരിക്കും, ആ കാണിച്ചീങ്ങളായിരിക്കുമെന്ന് ആറാമത്തെ അടയാളമായി റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഏഴാമത്തെ അടയാളമായി അള്ളാഹു പറയുന്നത് വൽ മുൻഫിഖീൻ, അവർ ചിലവഴിക്കുന്നവരാണ്. റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ്. അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും നേടിക്കൊണ്ട് ചിലവഴിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ്. അവരുടെ ചിലവഴിക്കലിന്റെ മനോഭാവം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ, തടവുകാരനും അഗതിക്കും അനാഥക്കും അവർ ഭക്ഷണം നൽകുന്നതാണ്. എന്നിട്ട് അവരോട് പറയുന്നത് എന്താണ്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ നിങ്ങൾക്ക് അന്നം നൽകുന്നത്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള നന്ദിയോ ഒരു തരത്തിലുള്ള അംഗീകാരമോ കിട്ടുന്നതിന് വേണ്ടിയല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണ്? ഞങ്ങളുടെ രക്ഷിതാവിന്റെ വജഹിന് വേണ്ടിയാണ്, ഞങ്ങളുടെ രക്ഷിതാവിന്റെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് മുഖം കരിഞ്ഞു പോകുന്ന ആ ദിവസത്തെ ഞങ്ങളിതാ ഭയപ്പെടുകയും ചെയ്യുന്നു, ഞങ്ങളിതാ പേടിക്കുകയും ചെയ്യുന്നു. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം, അങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ വജഹിന് വേണ്ടി ചിലവഴിച്ചവർ, ഈ ദിവസത്തിന്റെ ഭയപ്പാടിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ചിലവഴിച്ചവർ, ആ ചിലവഴിച്ചവരുടെ മുഖത്തെ ഇതാ അല്ലാഹു ആ ശർറിൽ നിന്ന് രക്ഷിക്കുകയാണ്. വലഖാഹും നദ്റതൻ വസുറൂറാ, എന്നിട്ട് അവരുടെ മുഖത്ത് അല്ലാഹു പ്രകാശവും തെളിമയും സന്തോഷവും ഇട്ട് കൊടുക്കുകയാണ്. ഏഴാമത്തെ അടയാളമായി പറഞ്ഞതാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, വേദനയിലും പ്രയാസത്തിലും ചിലവഴിക്കുന്നവരാണവർ. അവർക്ക് ആവശ്യമുണ്ടാകുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ സമയത്ത് പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ, മടി കാണിക്കാത്ത തരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാനൊരു മടിയുമില്ലാത്തവരാണവർ. അതാണ് അവരുടെ ഏഴാമത്തെ അടയാളമായി പറഞ്ഞത്. എട്ടാമത്തെ അടയാളമായി, ഏറ്റവും അവസാനത്തെ അടയാളമായി അള്ളാഹു പറയുകയാണ് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അവർ ഇസ്തിഗ്ഫാർ തേടുന്നവരാണ്, പാപമോചനം തേടുന്നവരാണ്. ഏത് സമയത്താണതെന്നറിയുമോ? സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ, സുബ്ഹി ബാങ്ക് പള്ളിയിൽ നിന്ന്, പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയരുന്നതിന്റെ മുന്നേ അവരതാ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്, പാപമോചനം തേടുന്നവരാണ്. ഈ പാപമോചനം തേടുന്നതിന്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒന്നാമതായി മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. രണ്ടാമതായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ് സമുദായത്തോട് പറയുകയാണ് വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് പാപമോചനത്തോടെ മടങ്ങുക, അവനിൽ തൗബ ചെയ്ത് മടങ്ങുക. യുമത്തിഉകും മതാഅൻ ഹസന വയസിദുകും ഖുവതൻ ഇലാ ഖുവതികും, നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം അവൻ നൽകുന്നതാണ്, ഏറ്റവും നല്ല വിഭവം അവൻ നൽകുന്നതാണ്, നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ ശക്തി വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക, നിങ്ങൾക്ക് അവൻ മഴ നൽകുന്നതാണ്, കൃഷിയിടങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്, വിളവുകൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്, സന്താനങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്, സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ഈ ഇസ്തിഗ്ഫാറിൽ മുറുകെ പിടിക്കുന്നവരാണവർ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പോകുന്ന, സ്വർഗം ആർക്കു വേണ്ടിയാണ് ഒരുക്കി വെച്ചത്? ആ ആളുകൾക്കുള്ള 8 ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വിഷയം നമുക്ക് സ്വർഗം നേടാൻ എന്നതാണ്. അതിൻ്റെ വഴി പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ വഴി എന്താണ്? അതിൻ്റെ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല 8 മാർഗങ്ങളായി കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നതാണ് സത്യം. ആ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ആവർത്തിക്കാം പ്രിയപ്പെട്ടവരെ. 1, നമ്മുടെ ഈമാനിനെ കരകളഞ്ഞതാക്കുക. 2, പാപമോചനം തേടുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ചര്യയായി സ്വീകരിക്കുക. 3, നരകമോചനം സദാ തേടിക്കൊണ്ടേയിരിക്കുക. 4, തികഞ്ഞ ക്ഷമയുള്ളവരാകുക, പ്രത്യേകിച്ച് ഇബാദത്തിന്റെ വിഷയത്തിൽ. 5, സത്യസന്ധതയുള്ളവരാകുക. 6, ഭക്തിയുള്ളവരാകുക, സാന്നിധ്യങ്ങളാവുക. 7, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ ഒരു മടിയുമില്ലാത്തവരാകുക. 8, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവരാകുക. ഈ 8 ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചോ? ഈ 8 ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചോ? നമുക്ക് സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ മാശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് സ്വർഗവാസികൾ ഇങ്ങനെ നടന്നു പോകുന്നൊരു രംഗം റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആഖ്യാനിച്ചിരിക്കുന്നത്. വസീഖൽ ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. സ്വർഗത്തിലേക്ക് തഖ്വയുള്ള ആളുകൾ, ഇവിടെയും പറഞ്ഞു നോക്ക് തഖ്വയാണ്, ഇവിടെയും തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് പോകുക ഒറ്റയും തെറ്റയായിട്ടല്ല, കൂട്ടമായിട്ടാണ്, കൂട്ടത്തോടെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, റബ്ബേ, അബ്റാറുകളായ നിന്റെ അടിമകൾ കൂട്ടമായി നാം നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഇടയിൽ സുരക്ഷിതമായൊരു സ്ഥാനം നീ എനിക്ക് നൽകണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെങ്ങനെ ഏത് രീതിയിലായിരിക്കും അവരുടെ സഞ്ചാരം, അല്ലാഹു ആലം, ഏത് വാഹനത്തിലായിരിക്കും, ഏത് രീതി പടച്ചോന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവർ നടന്ന സഞ്ചാരം കഴിഞ്ഞ് അവസാനം അവരെത്തുന്നത് പ്രവിശാലമായ സ്വർഗത്തിന്റെ വാതിലുകൾക്ക് മുന്നിലാണ്. ഓരോ വാതിലിനും ഓരോ പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ബാബു സ്വലാത്തുണ്ട്, ബാബു സ്വദഖയുണ്ട്, ബാബു ദിക്റുണ്ട്, ബാബു റയ്യാനുണ്ട്, ബാബുൽ ഹജ്ജുണ്ട്, ബാബുൽ ജിഹാദുണ്ട്. ഇങ്ങനെ 8ഓളം വാതിലുകളുടെ പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്വർഗത്തിന്റെ വാതിലിന്റെ വലുപ്പം, അതിന്റെ ഒരു തൂണിൽ നിന്ന് മറ്റേ തൂണിലേക്ക് 40 വർഷത്തെ വഴിദൂരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്. ആ സ്വർഗത്തിന്റെ വാതിലുകൾ വഫുതിഹത് അബ്വാബുഹാ, അവരവിടെ എത്തുമ്പോൾ ആ സ്വർഗത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. വഖാല ലഹും ഖസനതുഹാ, അതിന്റെ കാവൽ മാലാഖമാർ പറയുകയാണ്, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, തുബ്തും, വെൽ ഡൺ, നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു, ഏറ്റവും നന്നായി പരിശ്രമിച്ചു. അഭിനന്ദനങ്ങളുടെ, ആശീർവാദങ്ങളുടെ പ്രവാഹമാണ് അവിടെ ഉണ്ടാകുന്നത്. ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതുകൊണ്ട് നിത്യവാസികളായിക്കൊണ്ട് നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ആ മലക്കുകൾ അവരോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും വ്യത്യസ്ത വാതിലൂടെയായിരിക്കും. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിഭിന്നമാണ്. ചില ആളുകൾക്ക് കൂടുതൽ നിസ്കരിക്കാനാണ് ഇഷ്ടം, ചില ആളുകൾക്ക് കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാനാണ് ഇഷ്ടം, ചില ആളുകൾക്ക് കൂടുതൽ സ്വതക്ക ചെയ്യാനാണ് ഇഷ്ടം. ഓരോരുത്തരുടെയും കർമ്മത്തിന്റെ കുറവനുസരിച്ച് നിസ്കാരത്തിന്റെ ആളുകളെ ബാബു സ്വലാത്തിലൂടെ, നോമ്പിന്റെ ആളുകളെ ബാബു റയ്യാനിലൂടെ, തിലാവത്തിന്റെ ആളുകളെ ബാബു ദിക്റിലൂടെ, ജിഹാദിന്റെ ആളുകളെ ബാബുൽ ജിഹാദിലൂടെ എല്ലാം വ്യത്യസ്തമായി വിളിക്കപ്പെടുമെന്നാണ് ഈ സംഗതി റസൂൽ പറഞ്ഞു കൊടുത്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടങ്ങാത്ത ആഗ്രഹത്തോടെ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ 8 വാതിലിൽ നിന്നും വിളിക്കപ്പെടുന്ന, സ്വാഗതം ചെയ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ദുനിയാവിൽ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോടെ അനുയായിയോട് പറയാണ്, അർജു അൻ തകൂന മിൻ യാ അബൂബക്കർ, അർജു അൻ തകൂന മിൻ, അങ്ങനെ ഉള്ള ഒരാളാണ് താങ്കൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അബൂബക്കറെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സ്വർഗത്തിന്റെ വാതിലുകൾക്ക് അടുത്തെത്തുമ്പോൾ ഓരോ വാതിലിൽ നിന്നും കാവൽ മാലാഖമാർ മത്സരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്ന ഒരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലൊരു ബഹുമതി, ആ ബഹുമതിക്ക് പകരം വെക്കാൻ ഈ ദുനിയാവിൽ എന്താണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ബഹുമാനിക്കപ്പെടുന്നവരുടെ, ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് വേണ്ടത് എന്താണ്? വസ്സാബിഖൂന സ്സാബിഖൂൻ, മുൻകടക്കുന്നവരാവുക. എന്തിൽ മുൻകടക്കുന്നവരാവുക? അമലുകളിൽ മുൻകടക്കുന്നവരാവുക, തൗഹീദി പ്രബോധനത്തിന്റെ വിഷയത്തിൽ മുൻകടക്കുന്നവരാവുക. എന്നാൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന ശിർക്കും ബിദ്അത്തുമുള്ള ഒരു മനുഷ്യനോട് പോലും ഞാൻ ഈ സന്ദേശം പറയാതിരിക്കുകയില്ല എന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാവുക. ഏറ്റവും അഫ്ളലായ അമലാണ് ദഅവത്ത് എന്ന് പറയുന്നത്. നമ്മൾ കാരണം ഒരാൾ
ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ നന്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് ദഅവത്ത് വിടാതെ നാം ഒരു സമസ്യയായി പിടിക്കുക, ഒരു നേർച്ചയായി പിടിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൻ്റെ വിഷയത്തിലായാലും ദിക്റിൻ്റെ വിഷയത്തിലായാലും സ്വതക്കയുടെ വിഷയത്തിലായാലും എല്ലായിടത്തും സാബിഖീങ്ങളാവുക, മുൻകടക്കുന്നവരാവുക. എങ്കിൽ സ്വർഗത്തിൽ 8 വാതിലുകളിൽ വിളിക്കപ്പെടുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കി വെച്ച ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു ഹൃദയവും വിഭാവന ചെയ്യാത്ത തരത്തിലുള്ള ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഗൾഫ് നാടുകളിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വലിയ വെള്ളപ്പൊക്കം അവിടെ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇനിയും അത് വരാനുള്ള സാധ്യതയും പല സ്ഥലങ്ങളിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരു 80% പള്ളികളിലും സ്ഥാപനങ്ങളിൽ ആ നാടുകളിൽ നിന്നുള്ള സഹായ ഹസ്തമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്രയോ ദീനി പ്രവർത്തനങ്ങൾ, എത്രയോ ദീനി സ്ഥാപനങ്ങൾ, എത്രയോ ദരിദ്ര നാടുകളെല്ലാം ഒരുപാട് ഉപകാരമെടുത്ത, ഒരുപാട് നന്മ സ്വീകരിച്ച നാടുകളാണ് നാടുകൾ. അവർക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ സമ്പത്ത് കൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ നമ്മൾ അവരുടെ അടുത്ത് പോലും എത്തുകയില്ല. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ജീവിക്കുന്ന ആ നാടുകളിൽ നീ പൂർണ്ണമായ സംരക്ഷണം നൽകണേ റബ്ബേ. അള്ളാഹുവേ, ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ മാത്രം അവർക്ക് നീ മഴയെ നൽകണേ അല്ല. ആ രാജ്യങ്ങളിലുള്ള സമ്പന്നതയും സുരക്ഷിതത്വവും സമാധാനവും എല്ലാം അന്ത്യനാൾ വരെ നീ നിലനിർത്തി കൊടുക്കുകയും ചെയ്യണേ റബ്ബേ. അള്ളാഹു അതിന് അവർക്ക് ആ ഏറ്റവും നല്ല സുരക്ഷയും ഏറ്റവും നല്ല സമാധാനവും സമ്പൽ സമൃദ്ധിയും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതേപോലെ നമ്മുടെ നാട്ടിൽ കഠിനമായ ചൂടാണ്. ചൂടുകൊണ്ട് പല ജലാശയങ്ങളും വറ്റിക്കൊണ്ടിരിക്കുകയാണ്, ജീവജാലങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വീടുകളിലും കിണറുകൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. പല വീടുകളിലും കിണർ വീണ്ടും വീണ്ടും ആഴത്തിൽ കുഴിച്ചിട്ടും വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഒന്നുമില്ലാത്ത തരത്തിൽ അതിഭയാനകമായ രീതിയിലാണ് ഉഷ്ണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മഴ ലഭിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവർ, അള്ളാഹുവാണ് മഴ നൽകേണ്ടത്. പടച്ചോനല്ലാത്ത മറ്റാർക്കും മഴ നൽകാൻ സാധ്യമല്ല. ആ അനുഗ്രഹം നമുക്ക് നൽകാൻ സാധ്യമല്ല. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളുടെ തൊണ്ട നനക്കുന്ന ജലാശയങ്ങളെങ്ങാനും ഞാൻ വറ്റിച്ചു കളയുകയാണെങ്കിൽ ഒഴുകുന്ന നദികളെ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് എന്ന് പടച്ചറബ് ചോദിക്കുന്നുണ്ട്. ആരുമില്ല പ്രിയപ്പെട്ടവരെ. ജലാശയങ്ങൾ വറ്റിപ്പോയാൽ ഏറ്റവും ഭീകരമായ മരണമായിരിക്കും ജീവജാലങ്ങൾ നേരിടേണ്ടി വരിക. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കൈകളും കണ്ണുകളും കൽബുകളും അള്ളാഹുവിലേക്ക് ഉയരട്ടെ. ആത്മാർത്ഥമായി റബ്ബിനോട് തേടുക. അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സുന്ദരമായ മഴയോടുകൂടി, ഏറ്റവും ഉപകാരപ്രദമായ മഴയോടുകൂടി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളപ്പൊക്കങ്ങളും അതുപോലെയുള്ള ദുരന്തങ്ങളിൽ നമ്മുടെ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. വെള്ളം വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കുക, വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ അത് വെള്ളം ഇല്ലാത്ത ഒരു നാടായി പ്രഖ്യാപിച്ചു എന്നാണ് ഇന്നലെ കണ്ടൊരു മെസ്സേജിൽ വായിക്കാൻ സാധിച്ചത്. എത്രത്തോളം ഒതന്റിക് ആണെന്ന് അറിയില്ല. 10 ലക്ഷത്തോളം വെള്ളത്തിൻ്റെ കണക്ഷൻ അവർ കട്ട് ചെയ്യാനിരിക്കുകയാണ്. വെള്ളം കുളിക്കുന്നത് അവിടെ നിരോധിക്കപ്പെട്ടു എന്നൊക്കെയാണ് വായിച്ചത്. സത്യമാണോ അയാഥാർത്ഥ്യമാണോ എന്നറിയില്ല. പ്രിയപ്പെട്ടവർ, എന്തായാലും ജലാശയങ്ങൾ വറ്റി വരണ്ടാൽ നമ്മളെ അള്ളാഹ് പറഞ്ഞതാണ്, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും പടച്ചോൻ ഉണ്ടാക്കിയത് വെള്ളത്തിൽ നിന്നാണ്. ആ വെള്ളത്തിൻ്റെ അഭാവത്തോടുകൂടി ജീവജാലങ്ങൾ നശിച്ചു പോകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ആ വലിയ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭൂപ്രതലങ്ങൾ മുഴുവൻ വറ്റി വരണ്ട് ജീവജാലങ്ങൾ ചത്തൊടുങ്ങി, ചെടികളും പുല്ലുകളുമെല്ലാം കരിഞ്ഞുണങ്ങി മരുഭൂമി പോലെ നമ്മുടെ നാട് ആയി മാറുന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നാടിനെ രക്ഷിക്കുമാറാകട്ടെ. അവൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ ജലാശയങ്ങൾ, കുടിനീര്, ശുദ്ധജല സ്രോതസ്സുകൾ അള്ളാഹു നമ്മോടുള്ള കാരുണ്യം കൊണ്ട് നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ റബ്ബേ, വാത്സല്യം കാണിക്കണേ അള്ളാഹുവെ. ഞങ്ങൾക്ക് വെള്ളം നൽകാൻ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ, ഞങ്ങൾക്ക് വസ്ത്രം നൽകാൻ, ഞങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നീ അല്ലാതെ മറ്റാരുമില്ല റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവനും സ്വത്തും അഭിമാനവും ഞങ്ങളോട് കരുണയില്ലാത്തവരുടെ കൈകളിലേക്ക് നീ ഏൽപ്പിക്കില്ലേ അള്ളാഹുവെ. വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ
ചോദിക്കാനുള്ള അവസരം ഈ നാട്ടിൽ ഞങ്ങൾ ജനിച്ച ഈ രാജ്യത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ വലാ യഖാഫുക ഫീനാ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ വലാ യഖാഫുക ഫീനാ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ വലാ യഖാഫുക ഫീനാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين. والسلام عليكم ورحمة الله.